أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഇസ്തിഗാഥ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിശദീകരണമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ന്യായമായ സംശയങ്ങൾ ചോദിക്കാൻ അവസരമുണ്ടായിരിക്കുമെന്ന് ആമുഖമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അബുന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബിയുൽ മുസ്തഫ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള അഖില പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്ത ആശയം തൗഹീദായിരുന്നു, ഏകദൈവവിശ്വാസമായിരുന്നു. സൂറത്തുൽ അംബിയ 25-ാം സൂക്തത്തിൽ വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. പ്രവാചകരെ, നിങ്ങൾക്ക് മുമ്പ് നാം നിയോഗിച്ചയച്ച ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ അവരൊക്കെ ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ മാത്രമാണ് അല്ലാഹു, ഞാൻ മാത്രമാണ് ദൈവമെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടായിരുന്നു അവരെ നിയോഗിച്ചയച്ചത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ വിവിധ സൂക്തങ്ങൾ പരിശോധിച്ചാൽ ആശയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ ദൈവമില്ല, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ദൈവമില്ല, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ദൈവമില്ല, ഈ വിശുദ്ധമായ തൗഹീദിൻ്റെ സുന്ദരമായ ആശയമായിരുന്നു എല്ലാ പ്രവാചകന്മാരും എല്ലാ സമൂഹത്തിലും പ്രചരിപ്പിച്ചത്. കർമ്മരംഗത്ത് വ്യത്യസ്തമായ സരണികൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാലഘട്ടത്തിന് അനുസൃതമായ അനുയോജ്യമായ പദ്ധതികൾ സമർപ്പിച്ചിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ ഈ ആശയത്തിൽ ഒരു കാലഘട്ടത്തിലും വ്യത്യാസമുണ്ടായിരുന്നില്ല എന്നത് സത്യമാണ്. ഈ യാഥാർത്ഥ്യം, അല്ലാഹു മാത്രമാണ് ദൈവം എന്ന് വിളംബരം ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിൻ്റെ ഈ വചനം, ഇതാണ് യഥാർത്ഥ തൗഹീദിൻ്റെ ആശയം എന്ന കാര്യത്തിൽ ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. സുന്നി വിഭാഗമാകട്ടെ, മുജാഹിദ് വിഭാഗമാകട്ടെ, ജമാഅത്ത് വിഭാഗമാകട്ടെ, തബ്ലീഗ് വിഭാഗമാകട്ടെ, എല്ലാവരും ഏകകണ്ഠമായി അംഗീകരിക്കുന്ന സത്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അംഗീകരിക്കലാണ് തൗഹീദ് എന്ന്. കൃത്യമായി പണ്ഡിതന്മാർ നിർവചിച്ചതനുസരിച്ച് ഇതിൻ്റെ ആശയം അത് തന്നെയാണ്. ഇഫ്രാദുൽ മഅബൂദി ബിൽ ഇബാദ മഅ്തിഖാദി വഹദത്തിഹി ദാതൻ വസിഫാത്തിൻ വഅഫ്ആല. ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും അല്ലാഹു മഅബൂദ് ഏകനാണെന്ന് വിശ്വസിക്കലാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സകലമാന ഗ്രന്ഥങ്ങളും നിർവചിക്കുന്നു, വിശദീകരിക്കുന്നു. ഇത് തന്നെയാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ. ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അല്ലാഹു ഒഴികെ മറ്റൊരു മഅബൂദില്ല, മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ദൈവമില്ല എന്ന ഈ സുന്ദരമായ ആശയം അംഗീകരിക്കലാണ് യഥാർത്ഥത്തിൽ തൗഹീദ്. ഈ തൗഹീദ് എന്താണെന്ന് കൃത്യമായി അല്പം വിശദീകരിച്ച ശേഷം ഇസ്തിഗാസ എന്തുകൊണ്ട് അനുവദിക്കപ്പെട്ടു അല്ലെങ്കിൽ ശിർക്കല്ല എന്ന് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു മാത്രമാണ് ദൈവമെന്ന ആശയം അംഗീകരിക്കലാണ് തൗഹീദെന്ന് ഇസ്ലാമിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളും ശരിവെക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ, സ്ഥിരീകരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമുക്കിടയിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ വരാൻ കാരണം? ഡോക്ടർ ഫസൽ ഗഫൂർ
അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, മുസ്ലിം ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് ഇവർ ശിർക്കുകാരാണ്, ഇവർ മുശ്രിക്കുകളാണ്, ഇവർ കാഫിറുകളാണെന്ന നിലയിലുള്ള വ്യാപകമായ പ്രചരണം നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്കതിനോട് യോജിക്കാൻ സാധിക്കയില്ല. ഖാദിയാനികളെ മാത്രമേ കാഫിറുകളായി ഞാൻ ഗണിക്കൂ എന്ന് അദ്ദേഹം ആധികാരികമായി നമുക്കിടയിൽ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇങ്ങനെ മുശ്രിക്കുകളായി ചിത്രീകരിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ ദൈവമില്ല എന്ന ഈ സുന്ദരമായ ഈ ആശയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വൈകൃതങ്ങൾ വരുത്തിക്കൊണ്ടാണ് എന്ന കാര്യം വസ്തുനിഷ്ഠമായി കാര്യം അപഗ്രഥനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഒഴികെ ദൈവമില്ല എന്ന് അംഗീകരിക്കലാണ് തൗഹീദ്. പക്ഷെ അള്ളാഹു ഒഴികെ ദൈവമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു ഒഴികെ ദൈവമില്ലെന്ന് പറയുമ്പോൾ ദൈവം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇലാഹ് അല്ലെങ്കിൽ മഅബൂദ് അല്ലെങ്കിൽ ദൈവം എന്നതിൻ്റെ അർത്ഥം മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അവർ എഴുതിയതും അവർ പ്രചരിപ്പിക്കുന്നതും അവർ നിരന്തരം ആവർത്തിക്കുന്നതുമായ ആശയം അള്ളാഹു ഒഴികെ ദൈവമില്ലെന്ന് പറഞ്ഞാൽ അള്ളാഹു ഒഴികെ അദൃശ്യമായ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിക്കുകയോ അപകടങ്ങൾ വരുമെന്ന് ആശങ്കിക്കുകയോ ചെയ്യുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ഇതിന് അർത്ഥമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അദൃശ്യമായ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കാണാൻ കഴിയാത്ത മാർഗത്തിലൂടെ, അദൃശ്യമായ മാർഗത്തിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാൽ അല്ലെങ്കിൽ ദോഷം വരുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് ആ വസ്തുവിനെ ദൈവമായി കണക്കാക്കലായി ഇപ്രകാരമാണ് മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിക്കഴിഞ്ഞാൽ ഇസ്തിഗാസ ശിർക്കാണ് എന്ന് സുന്ദരമായി സ്ഥാപിക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ഒരാൾ തൻ്റെ ഹബീബായ, തൻ്റെ പ്രിയങ്കരനായ, തൻ്റെ മനസ്സിൽ തൻ്റെ ജന്മം മുതൽ ഏറ്റവും കൂടുതൽ ആദരണീയനായി ഗണിക്കുന്ന, തൻ്റെ എല്ലാമായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ ഷരീഫ് തൻ്റെ ജീവിതത്തിലെ അസുലഭ നിമിഷത്തിൽ സിയാറത്ത് ചെയ്യാൻ അവസരം കിട്ടിയാൽ ആ റൗദയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യാ റസൂലല്ലാഹ് ഇസ്തഗ്ഫിരില്ലാ, എൻ്റെ ഹബീബായ നബിയെ അങ്ങ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ, എൻ്റെ ദോഷം പുറത്തു തരാൻ വേണ്ടി സഹായം ചോദിക്കണേ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ അത് നബിതങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നാം കാണാത്ത മാർഗത്തിലൂടെയാണ്, അദൃശ്യമായ രൂപത്തിലൂടെയാണ്, അഭൗതികമായ മാർഗത്തിലാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, നമുക്ക് നേർക്കുനേരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നാം പ്രവാചകരെ ദൈവമായി കണക്കാക്കി അതുവഴി നാം ശിർക്കുകാരായി എന്ന് ചിത്രീകരിക്കാൻ വളരെ സുഗമമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ ദൈവമില്ല എന്നതിന് അള്ളാഹു ഒഴികെ അദൃശ്യമായ രീതിയിലുള്ള ഗുണം പ്രതീക്ഷിക്കപ്പെടുന്നവരില്ല എന്ന ഒരർത്ഥം യഥാർത്ഥത്തിൽ വ്യാജ നിർമ്മിതമാണ് എന്ന കാര്യം 100% ഒരു സത്യം മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടല്ലോ. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ കടന്നുപോയല്ലോ. മഹാന്മാരായ സ്വഹാബത്ത്, താബിഴികൾ ഉൾപ്പെടെയുള്ള സച്ചരിതരായ മുൻഗാമികൾ ഈ ഉമ്മത്തിലും കഴിഞ്ഞു പോയല്ലോ. ലോക ചരിത്രത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഇങ്ങനെ ഒരർത്ഥം ആരെങ്കിലും ആധികാരികമായി രേഖപ്പെടുത്തിയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. തികച്ചും വ്യാജ നിർമ്മിതമാണ് ഈ അർത്ഥം. 1935 അന്തരിച്ച ഈജിപ്ഷ്യൻ പണ്ഡിതൻ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായ നായകൻ സയ്യിദ് റഷീദ് റിദയാണ് ചരിത്രത്തിൽ ആദ്യമായി ഇലാഹി എന്നതിന്, ദൈവം എന്നതിന് അദൃശ്യമായ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിക്കപ്പെടുന്ന ശക്തി അല്ലെങ്കിൽ വ്യക്തി എന്ന അർത്ഥം നൽകിയത്. അതുകൊണ്ട് തന്നെ വസ്തുതാപരമായി പിൻബലമില്ലാത്തത് കൊണ്ട്, രേഖകളുടെ പിൻബലമില്ലാത്തത് കൊണ്ട് ഈ അർത്ഥം വ്യാജമാണ്, അംഗീകരിക്കാൻ കഴിയാത്തതാണ്. രണ്ടാമതായി ഇലാഹ് എന്നതിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് അദൃശ്യമായ രീതിയിലുള്ള ഗുണം പ്രതീക്ഷിക്കപ്പെടുന്ന ശക്തി എന്നർത്ഥം വെക്കുകയാണെങ്കിൽ, അള്ളാഹു അല്ലാതെ മറ്റൊരാളില്ല എന്ന അർത്ഥം വെക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വളരെ അധികം സുസമ്മതമായ ചില കാര്യങ്ങളുമായി ഈ യാഥാർത്ഥ്യം, ഈ അർത്ഥം ഒത്തുപോകാതെ വരും. ഞാൻ സൂചിപ്പിക്കട്ടെ ഒരു കാര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകൾ നമുക്ക് ഗുണം ചെയ്യില്ലേ? മലക്കുകളിൽ നാം ഗുണം പ്രതീക്ഷിക്കുന്നില്ലേ? ബദറിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ബദറിൽ എന്ത് സംഭവിച്ചു? 5000 മലക്കുകളെ കൊണ്ട്
അള്ളാഹുവിൻ്റെ സഹായം ബദറിൽ മുസ്ലിം ജനസമൂഹത്തിന് ലഭ്യമായി എന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വഹീഹായ നബി വചനങ്ങളിൽ കാണാം, ശത്രു പ്രമുഖന്മാരുടെ തല അരിഞ്ഞു വീഴ്ത്താൻ വേണ്ടി വാളുമായി സ്വഹാബിവരന്മാർ കടന്നു ചെല്ലുന്ന സമയത്ത് വാൾ ഓങ്ങുന്നതിന് മുമ്പ് തല അരിഞ്ഞു വീഴ്ത്തപ്പെട്ടുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകർ അത് വിശദീകരിക്കുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകളാണ് ആ കാര്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, മലക്കുകളുടെ സഹായമാണെന്നാണ്. ആ മലക്കുകളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ നാം സഹായം പ്രതീക്ഷിക്കുന്നില്ലേ? ഇസ്ലാമിൽ സുസമ്മതമായ സത്യമാണല്ലോ. അപ്പോൾ മലക്കുകൾ ദൈവമായി കണക്കാക്കപ്പെടുന്നവരാകുകയില്ലേ മുസ്ലിങ്ങൾ മുഴുവൻ? രണ്ടാമതായി സൂചിപ്പിക്കട്ടെ, ജിന്നുകളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ നമുക്ക് സഹായം കിട്ടുന്നില്ലേ? യാഥാർത്ഥ്യങ്ങൾ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. ജിന്നുകൾ എന്നൊരു വർഗം ലോകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ, മനുഷ്യരെ പോലെ. ജിന്നുകൾ മനുഷ്യരെ സഹായിക്കില്ലേ? സഹായിക്കുമെന്ന് മാത്രമല്ല, ജിന്നുകളിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന് മാത്രമല്ല, ജിന്നുകളിൽ നിന്ന് സഹായം ലഭിക്കുന്നത് അസ്മാഇന്റെ ഫന്നുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം. പല കാര്യങ്ങളിലും ജിന്നുകളുടെ സഹായമാണ് യഥാർത്ഥത്തിൽ അസ്മാഇന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആളുകൾ ത്വരീഖത്ത് ഇജാസിയത്ത് മുഖേന നിർവഹിക്കുന്ന ഈ ചികിത്സാ രംഗത്ത് അവരുടെ സഹായം ഉപയോഗിച്ചുകൊണ്ടാണ് പല ചികിത്സാ സംവിധാനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ആ ഫന്നുമായി മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം. ജിന്നുകളുടെ സഹായം നാം സ്വീകരിക്കാറുണ്ട്. മാത്രമല്ല, ജിന്നുകളുടെ സഹായം സ്വീകരിക്കാമെന്ന് സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതന്മാർ ഫത്വ കൊടുത്തത് അതങ്ങനെ തന്നെ ആധികാരികമായി സഹായം നൽകാൻ കഴിയുന്നവരായതുകൊണ്ട് സഹായം ചോദിക്കാമെന്ന് ഗൾഫ് സലഫിസം എന്ന പുസ്തകത്തിൽ അതാ വളരെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖ പണ്ഡിതൻ തന്നെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അദൃശ്യമായ നിലയിൽ ഗുണം പ്രതീക്ഷിക്കുന്നത് ജിന്നുകളിൽ നാം ഗുണം പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ട് ജിന്നുകളെ ദൈവങ്ങളായി നാം കണക്കാക്കിയെന്ന് ആരും പറയാറില്ലല്ലോ. മൂന്നാമതായി പറയട്ടെ, പിശാചുകൾ അദൃശ്യമായ നിലയിൽ ഗുണവും ദോഷവും വരുത്തി വെക്കാൻ കഴിവുള്ളവരാണല്ലോ. നിഷേധിക്കാൻ സാധിക്കുമോ സഹോദരന്മാരെ? പിശാചുകൾ മനുഷ്യന് അദൃശ്യമായ നിലയിൽ ഗുണവും ദോഷവും ഒരുപോലെ വരുത്തി വെക്കാൻ കഴിയുന്നവരാണെന്ന് വളരെ വ്യക്തമായി ഇസ്ലാമിക വചനങ്ങൾ നമുക്ക് തെളിയിച്ചു തരുന്നുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ മനസ്സുകളിൽ ദുർബോധനം നൽകുന്നവരാണ് പിശാച്. ഈ ദുർബോധനം നൽകുന്നത് നാം കാണുന്നുണ്ടോ? അദൃശ്യമായ നിലയിലൂടെ, അഭൗതികമായ നിലയിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ശക്തിയാണ് പിശാച്. അങ്ങനെ പിശാചിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് കൊണ്ട് പിശാചുകൾ മുഴുവൻ ദൈവങ്ങളായി കണക്കാക്കുന്നു എന്ന് ആരും ആരോപണം ഉന്നയിക്കാറില്ലല്ലോ. ഈ 4 ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ അദൃശ്യമായ രീതിയുടെ ഗുണം പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉപദ്രവം വരുത്തി വെക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ശക്തി, ഇതാണ് ദൈവം എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ്, വസ്തുതകൾക്ക് നിരക്കാത്തതാണ്, ഒരു നിലയിലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. യഥാർത്ഥത്തിൽ ഈ അർത്ഥം മാത്രമാണ് ഇസ്തിഹാസ ശിർക്കാക്കി കാണിക്കാൻ, ചിത്രീകരിക്കാൻ അവലംബിക്കുന്ന ഏകാശ്രയം. ഇനി ഞാൻ പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം, തൗഹീദിന്റെ വചനത്തിന്റെ അർത്ഥം അദൃശ്യമായ നിലയിലൂടെ ഗുണം പ്രതീക്ഷിക്കപ്പെടുന്ന ശക്തി എന്നല്ലെങ്കിൽ എന്താണ് അതിന്റെ യഥാർത്ഥ അർത്ഥം? എൻ്റെ പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ വചനത്തിന്റെ അർത്ഥം നാം സ്വയം കണ്ടെത്തേണ്ടതല്ല, നാം സ്വയം മെനഞ്ഞെടുക്കേണ്ടതല്ല. മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നമ്മുടെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരും സ്വഹാബത്തും താബിഈകളും ഉൾപ്പെടെയുള്ള സച്ചരിതരായ മഹാരഥന്മാർ നമുക്ക് വളരെ കൃത്യമായി വ്യക്തമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. നമ്മുടെ ഖുർആന്റെ ആധികാരിക വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, ഓരോന്ന് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ പ്രാമാണിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും അടിവരയിട്ട് പറയുന്ന ഒരു സത്യം ഇതാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അങ്ങേയറ്റം വിനയവും വിധേയത്വവും അർപ്പിക്കപ്പെടുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇലാഹി എന്നതിൻ്റെ അർത്ഥം അഖ്സാ ഓയത്തിൽ ഹുദൂഉ വത്തദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അർപ്പിക്കപ്പെടുന്നവനാണ് ഇലാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിനയവും താഴ്മയും അർപ്പിക്കപ്പെടേണ്ടവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് അർത്ഥം. അങ്ങനെയാണ് തഫ്സീർ റാസി പറഞ്ഞത്, അങ്ങനെയാണ് തഫ്സീർ മദാരിക് പറഞ്ഞത്, അങ്ങനെയാണ് തഫ്സീറുൽ ബൈളാവി പറഞ്ഞത്, അങ്ങനെയാണ് ഇവിടെ ആധികാരികമായി അംഗീകരിക്കപ്പെടുന്ന ഗണിക്കപ്പെടുന്ന പ്രാമാണികമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അങ്ങേ അറ്റത്തെ വിനയവും താഴ്മയും അർപ്പിക്കപ്പെടേണ്ടവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന അർത്ഥമാണ്. യഥാർത്ഥത്തിൽ അതാണ് അതിൻ്റെ അർത്ഥം, ഇതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും അർപ്പിക്കപ്പെടേണ്ടവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്?
അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അർപ്പിക്കപ്പെടേണ്ടവരായി നമ്മളൊരാളെ കണക്കാക്കുന്ന ഒരു ശക്തിയെ കണക്കാക്കുന്നത് സ്വാഭാവികമായി നമുക്ക് ചിന്തിച്ചറിയാൽ അങ്ങേയറ്റത്തെ ഉപകാരമോ ഉപദ്രവമോ നമുക്ക് തിരിച്ചു വരുത്തി വെക്കാൻ കഴിയുമെന്ന് ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു ശക്തിയെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുമ്പോൾ മാത്രമാണ്. കാരണം അങ്ങേയറ്റത്തെ വിനയമാണല്ലോ. അതിന് മീതൊരു വിനയം ഉണ്ടാകാൻ പാടില്ല. വിനയത്തിൻ്റെ പാരമ്യത, അങ്ങേയറ്റത്തെ വിനയം, അങ്ങേയറ്റത്തെ താഴ്മ അർപ്പിക്കപ്പെടേണ്ടവൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങേയറ്റം നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ വിശ്വസിക്കപ്പെടുന്ന ശക്തി. യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ ഉപകാരമോ ഉപദ്രവമോ നമുക്ക് വരുത്തി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖുർആൻ തഫ്സീറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗായത്തുൽ ഇന്നാം, ആരെയും ആശ്രയിക്കാതെ, ആരെയും അവലംബിക്കാതെ, തീർത്തും സ്വതന്ത്രമായി നമ്മെ സഹായിക്കാൻ, നമുക്ക് ഉപകാരം ചെയ്യാൻ, നമുക്ക് ഉപദ്രവം ചെയ്യാൻ സ്വയം കഴിവുള്ള ശക്തി. ഇതാണല്ലോ യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ അനുഗ്രഹം ചെയ്യാൻ കഴിയുന്നവൻ, അങ്ങേയറ്റത്തെ ഉപദ്രവം വരുത്തി വെക്കാൻ കഴിയുന്നവൻ. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചോ ശക്തിയെക്കുറിച്ചോ വിശ്വസിക്കപ്പെടലാണ് യഥാർത്ഥത്തിൽ ഇലാഹി എന്നതിൻ്റെ അർത്ഥം എന്നത് വളരെ വ്യക്തമാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവൻ ആ ഇനത്തിൽ അക്കാര്യം വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അർപ്പിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടേണ്ടത് അള്ളാഹു മാത്രമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ കൃത്യമായി സത്യസന്ധമായ അർത്ഥം പറഞ്ഞാൽ മലക്കുകളെ കുറിച്ച് നാം അവർ അദൃശ്യമായ നിലയിലൂടെ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും വരാൻ പോകുന്നില്ല. കാരണം ആ മലക്കുകൾക്ക് അങ്ങേയറ്റത്തെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? മലക്കുകൾക്ക് സ്വയം കഴിവില്ല. അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ, അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടല്ലാതെ മലക്കുകൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. ജിന്നുകൾക്ക് ചെയ്യാൻ കഴിയില്ല, അമ്പിയാക്കൾക്ക് ചെയ്യാൻ കഴിയില്ല, ഔലിയാക്കൾക്ക് ചെയ്യാൻ കഴിയില്ല, പിശാചുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അല്ലാഹു ഒഴികെ ലോകത്തുള്ള അദൃശ്യമായ നിലയിൽ ആരൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും വരുത്തി വെക്കുന്നുണ്ടോ അവരെ കുറിച്ചൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം. അവർക്കൊന്നും അങ്ങേയറ്റത്തെ ഉപകാരമോ ഉപദ്രവമോ വരുത്തി വെക്കാൻ കഴിയില്ല എന്നാണ്. അള്ളാഹുവിന്റെ ഇതിന് കൂടാതെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടാതെ, അള്ളാഹുവിന്റെ അനുമതി കൂടാതെ, അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം കൂടാതെ ലോകത്തൊരു ശക്തിക്കും ജിന്നുകൾക്കോ മനുഷ്യർക്കോ മലക്കുകൾക്കോ പിശാചുകൾക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അർപ്പിക്കപ്പെടേണ്ടവൻ മറ്റാരുമില്ല എന്ന സുന്ദരമായ വിശ്വാസമായി. കാരണം അള്ളാഹു ഒഴികെ അങ്ങേയറ്റത്തെ അനുഗ്രഹം വരുത്തി വെക്കാൻ കഴിയുന്നവൻ, അങ്ങേയറ്റത്തെ ഉപദ്രവം വരുത്തി വെക്കാൻ കഴിയുന്നവൻ, ആത്യന്തികമായി ദോഷമോ ഗുണമോ വരുത്തി വെക്കാൻ കഴിയുന്നവൻ അള്ളാഹു ഒഴികെ മറ്റാരുമില്ല എന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കലാണ് തൗഹീദ്. അതാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ആ വചനത്തിന്റെ അർത്ഥവും. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ജനസമൂഹവും. ഇതാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായ അർത്ഥവും. ഇത്രയും കാലം പ്രാമാണികരായ പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും നമുക്ക് മുമ്പിൽ വിശദീകരിച്ചു തന്നതും. അതല്ലാതെ അദൃശ്യം ദൃശ്യം എന്ന മാനദണ്ഡത്തിൽ യാതൊരു അർത്ഥവുമില്ല. മാത്രമല്ല, ഇനി ശൈലിയിലാണോ യഥാർത്ഥത്തിൽ കാര്യം കിടക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനാ ശൈലി അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളുടെ പ്രത്യേകമായ രീതി, ഇതൊന്നും തൗഹീദിന്റെയും ശിർക്കിന്റെയും മാനദണ്ഡമല്ല. നിങ്ങൾ ഓർത്ത് നോക്കൂ, നമ്മൾ അള്ളാഹുവിനോട് പറയുന്ന അതേ രീതിയിൽ, അതേ ശൈലിയിൽ, അതേ വാചകത്തോടുകൂടി ഒരു ആദരണീയനായ ഗണിക്കപ്പെടുന്ന ഒരു മഹാനോട് നമ്മൾ പറഞ്ഞാൽ ഒന്ന് ശിർക്കാണ്, ഒന്ന് ഇബാദത്താണ്, മറ്റൊന്ന് ഇബാദത്തല്ല. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം മുഅ്മിനുകൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ വാചകം പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. നാം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന, ഖുർആനിലെ പ്രാർത്ഥന, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ലാ തുആഖിദ്നാ, ഞങ്ങൾക്കെതിരെ നീ നടപടി സ്വീകരിക്കരുതേ, ഞങ്ങൾ നീ പിടികൂടി ശിക്ഷിക്കരുതേ, ബിമാ നസീന, ഞങ്ങൾ മറന്നു ചെയ്തു പോയ അബദ്ധങ്ങൾ കാരണം, വഅഖ്തഅന, ഞങ്ങൾ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഞങ്ങൾ നീ ശിക്ഷിക്കല്ല റബ്ബേ. നോക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന, ഞങ്ങൾ മറന്നു ചെയ്തു പോയാൽ, ഞങ്ങൾ അബദ്ധം ചെയ്തു പോയാൽ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾ നീ പിടിച്ച് ശിക്ഷിക്കരുതേ എന്ന് പടച്ച റബ്ബിനോട് വിനയാന്വിതരായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന റബ്ബിനുള്ള ഇബാദത്താണ്. ഈ സഹായാർത്ഥന റബ്ബിനുള്ള ഇബാദത്താണ്. അതേസമയം നിങ്ങൾ ഓർത്ത് നോക്കൂ, സൂറത്തുൽ കഹ്ഫിൽ ഞാനും നിങ്ങളും വെള്ളിയാഴ്ച നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും തൻ്റെ ഗുരുവര്യൻ ഖിദിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഒരു യാത്രാ വിവരണം നമുക്ക് കാണാൻ സാധിക്കും.
ഈ യാത്ര ചെയ്യുന്ന സമയത്ത് മൂസ നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെടാത്ത, ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ചില പ്രവർത്തനങ്ങൾ തൻ്റെ ഗുരുവരൻ ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് നേരിൽ കാണാൻ സാധിച്ചപ്പോൾ മൂസ നബി സ്വാഭാവികമായും അതിൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. ഈ ക്രമപ്രശ്നം ഉന്നയിച്ച സമയത്ത് 1-2 തവണ വാണിംഗ് കൊടുത്ത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഖിദ്ർ നബി ഇനി തൽക്കാലം നമുക്ക് ഈ യാത്ര, ഒരുമിച്ചുള്ള യാത്ര അവസാനിപ്പിക്കാം, നിനക്ക് ഞാൻ ഈ മനസ്സിലാക്കുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, നമുക്ക് പിരിയാമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാം തൻ്റെ ഗുരുവരൻ ഖിദ്ർ നബിയോട് പറയുന്നത്, ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി അംരി ഉസ്റാ. ലാ തുആഖിദ്നി, എന്നെ നിങ്ങൾ പിടികൂടി ശിക്ഷിക്കരുതേ, ബിമാ നസീതു, ഞാൻ മറന്നു ചെയ്ത കാരണത്താൽ. നോക്കൂ, നിങ്ങൾ പറയുന്നത് അള്ളാഹുവിനോട് മുഅ്മിനുകൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, ലാ തുആഖിദ്നാ ബിമാ നസീന, അതേ പദം, അതേ വാചകം, അതേ ശൈലി, അതാണല്ലോ മൂസ നബി അലൈഹി സ്വലാം തൻ്റെ ഗുരുവര്യനോട് വിനയത്തോടു കൂടി പറയുന്നത്. ലാ തുആഖിദ്നി ബിമാ നസീതു, ഞാൻ മറന്നു ചെയ്തു പോയ കാരണത്തിൻ്റെ പേരിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കരുതേ, ഞാനുമായുള്ള ഈ ബന്ധം അവസാനിപ്പിക്കരുതേ, എനിക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കരുതേ. ഇവിടെ ഇത് ഇബാദത്തല്ല, ആദ്യം പറഞ്ഞത് ഇബാദത്താണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട്? കാരണം അവിടെ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനെ കുറിച്ച് ഒരു മുഅ്മിൻ വിശ്വസിക്കുന്നത് ആത്യന്തികമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ എന്നാണ്, അങ്ങേയറ്റത്തെ ഗുണവും ദോഷവും വരുത്തി വെക്കാൻ കഴിയുന്നവൻ എന്നാണ്. അതുകൊണ്ട് ആ അള്ളാഹു മുമ്പിൽ കാണിക്കുന്ന ഏത് വിനയാദരങ്ങളും അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമായി ഗണിക്കപ്പെടുന്നു, കണക്കാക്കപ്പെടുന്നു. ഇവിടെ എത്ര വിനയത്തോടുകൂടി അതേ ശൈലിയിൽ തൻ്റെ ഗുരുവര്യനായ ഖിദ്ർ നബിയോട് വളരെ താഴ്മയോടുകൂടി അതേ വാചകം, അതേ പദം ഉപയോഗിച്ചുകൊണ്ട് ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ, എന്നെ പിടികൂടിയതിൻ്റെ പേരിൽ ശിക്ഷിക്കരുതേ, ഞാൻ മറന്നു ചെയ്തു പോയതാണെന്ന് അതേ അള്ളാഹുവിനോട് പറയുന്ന വാചകം അതേ രീതിയിൽ വിനയത്തോടു കൂടി പറയുമ്പോൾ പ്രാർത്ഥനയാകുന്നില്ല, ഇബാദത്താകുന്നില്ല, ശിർക്കാകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ വാചകത്തിന്റെ ശൈലിയൊന്നും പ്രശ്നമല്ല. പല ആളുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്, അള്ളാഹുവെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, രണ്ടും ഒരേ രീതിയിലല്ലേ? ഈ രീതി, ശൈലിയല്ല പ്രധാനം. അതുപോലെ തന്നെ പ്രവർത്തന രീതിയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പ്രവർത്തന രീതി, നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഹിന്ദു സഹോദരന്മാർ അവർ മുഴുവൻ ശിർക്കുകാരാണ്, ബഹുദൈവ വിശ്വാസികളാണ്. അവർ ശിലയെ വന്ദിക്കുന്നു, ശിലയെ പൂജിക്കുന്നു, ശിലയെ ആദരിക്കുന്നു. ഇവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചല്ലോ, ഈ ശിലയെ വന്ദിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഹിന്ദു സുഹൃത്തുക്കളിൽ നല്ലൊരു വിഭാഗം സാധാരണക്കാർ ഈ ശില, ഈ വിഗ്രഹം തനിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ ഉയർന്ന തട്ടിൽ നിൽക്കുന്ന ആളുകൾ ഈ ശിലയെ ഒരു പ്രതീകാത്മക വസ്തുവായി കണക്കാക്കുന്നുണ്ടെങ്കിലും ദൈവം ഒന്ന് മാത്രമാണെന്ന് കണക്കാക്കുന്നുവെങ്കിലും ഏകാഗ്രത കിട്ടാനാണ് ഈ വിഗ്രഹത്തെ മുമ്പിൽ വെച്ചതെന്നും അംഗീകരിക്കുന്നുവെങ്കിലും സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ അവരുടെ ഗ്രന്ഥങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത് അത്തരക്കാർ പ്രതീക്ഷിക്കുന്ന നന്മയും ഉപകാരവും ഉപദ്രവവും ഈ ശിലയിൽ നിന്നാണ്. അതനുസരിച്ച് ആ ശിലയെ വന്ദിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതേസമയം അതേ പ്രവർത്തന രീതിയല്ലേ നമ്മൾ നടത്തുന്നത്? ഡോക്ടറുടെ ഭാര്യ ഹജറുൽ അസ്വദ് കണ്ടപ്പോൾ ഹജറുൽ അസ്വദ് മുത്താൻ ഓടിപ്പോയി എന്ന് പറഞ്ഞു. ഓടിപ്പോകണമല്ലോ ഒരു മുസ്ലിം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറുൽ അസ്വദ് മുത്താൻ നമ്മൾ പഠിപ്പിച്ചല്ലോ. വളരെ വ്യക്തമായി സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാമല്ലോ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ബുഖാരിയുടെ ഹദീസിൽ കാണാം, ലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു കമാ ഖബ്ബൽതുക, അല്ലാഹുവിന്റെ ഹബീബ് നിന്നെ മുത്തുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ മുത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ ആ ഹദീസിൽ കാണാം, ഇന്നക ലാ തദുറു വലാ തൻഫഉ, കല്ലേ നീ ഒരു കല്ലാണ്, നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യില്ല. പക്ഷേ വളരെ വ്യക്തമായി ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി തന്റെ ഫതുഹുൽ ബാരിയിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യില്ല, ഐ ഇല്ലാ ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിന്റെ അനുമതിക്ക് വിധേയമായിട്ടല്ലാതെ. മക്കാ മുശ്രിക്കുകൾ ഗണിക്കുന്നത് പോലെ, മക്കാ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നത് പോലെ ഈ ശിലകൾക്ക് സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല. നീ ഉപകാരം ചെയ്യും, നീ ഉപദ്രവം ചെയ്യും, പക്ഷേ ബിഇദ്നിഹി തആല, അള്ളാഹുവിന്റെ അനുമതിക്ക് വിധേയമായി മാത്രമെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു മുസ്ലിം, ഞാൻ ഹജ്ജിന് പോകുമ്പോൾ, ഞാൻ ഉംറയ്ക്ക് പോകുമ്പോൾ ഹജറുൽ അസ്വദ് മുത്താനൊരു അവസരം എനിക്ക് കിട്ടിയാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷം തന്നെയാണ്, ആഗ്രഹം തന്നെയാണത്. ഞാൻ മുത്തും,
മുത്തിയാൽ ആ കല്ലെനിക്ക് ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യും. നാളെ ആഖിറത്തിൽ എനിക്ക് വേണ്ടി റബ്ബിന് മുമ്പിൽ ശഫാഅത്ത് ചെയ്യാൻ ഈ ഹജറുൽ അസ്വദ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ശിലയെ വന്ദിക്കുന്നതും അതിനെ ആദരിക്കുന്നതും അത് നന്മ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതും ഒരു മുസ്ലിം ഹജറുൽ അസ്വദിനെ വന്ദിക്കുന്നതും മുത്തുന്നതും അത് ഉപകാരം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതും രണ്ടും സമാനമല്ലേ പ്രവർത്തനങ്ങൾ? പക്ഷെ ഒന്ന് ശിർക്കാണ്, രണ്ടാമത് തൗഹീദാണ്. എന്താണ് പ്രശ്നം? അടിസ്ഥാനപരമായ വിശ്വാസമാണ് പ്രശ്നം. അഖ്സാ ഗായത്തുൽ ഖുദൂഉ വത്തദല്ലുൽ, പരമമായി ആത്യന്തികമായി അള്ളാഹുവിന്റെ അനുമതിക്ക് വിധേയമായിട്ടല്ലാതെ സ്വയം നമുക്കൊരു ഉപകാരമോ ഉപദ്രവമോ നേടിത്തരാൻ ഈ ശിലക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് പ്രശ്നം. ഹജറുൽ അസ്വദിനെ കുറിച്ച് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്, മുസ്ലിമിന്റെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അഖ്സാ ഗായത്തുൽ ഖുദൂഉ വത്തദല്ലുൽ, പരമമായ വിനയവും താഴ്മയും അർപ്പിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രം. ഹജറുൽ അസ്വദിന് സ്വയം ഉപകാരം ചെയ്യാൻ കഴിയില്ല. അമ്പിയാക്കൾക്ക് സ്വയം ഉപകാരം ചെയ്യാൻ കഴിയില്ല. ഔലിയാക്കൾക്ക് സ്വയം ഉപകാരം ചെയ്യാൻ കഴിയില്ല. മലക്കുകൾക്ക് സ്വയം ഉപകാരം ചെയ്യാൻ കഴിയില്ല. ജിന്നുകൾക്ക് സ്വയം ഉപകാരം ചെയ്യാൻ കഴിയില്ല. ലോകത്തൊരു ശക്തിക്കും സ്വയം ഉപകാരം ചെയ്യാൻ കഴിയില്ല, ഉപദ്രവം ചെയ്യാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങേയറ്റത്തെ അനുഗ്രഹവും അപകടവും വരുത്തി വെക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഹജറുൽ അസ്വദിന് ഉപകാരം പ്രതീക്ഷിച്ചാൽ അത് ഇസ്ലാമിക വിധേയമാണ്, ഷിർക്കല്ല, ഇബാദത്തല്ല, കല്ലിനുള്ള ഇബാദത്തല്ല. എന്തേ പ്രശ്നം? ഇല്ലാ ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിന്റെ അനുമതിക്ക് വിധേയമായിട്ടല്ലാതെ കല്ലിനൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല നമ്മൾ വിശ്വസിക്കുന്നു. അതേസമയം പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ശിലയെ, ഒരു വിഗ്രഹത്തെ പൂജിക്കുന്ന ഹിന്ദു സുഹൃത്ത് വിശ്വസിക്കുന്നത് ഈ കല്ലിന് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കും. ഇത് വിഗ്രഹമാണ്, ദൈവമാണ്, ദൈവിക അംശമുള്ള പ്രത്യേകമായ ശിലയാണെന്ന് പറഞ്ഞ് ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടാണ് അതിനെ പൂജിക്കുന്നത്, അതിനെ വന്ദിക്കുന്നത്. അതിൽ നിന്ന് അങ്ങേയറ്റത്തെ അനുഗ്രഹവും ഉപദ്രവവും പ്രതീക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ ആശയം വന്നത്. അയാൾ കണക്കാക്കുന്ന ദൈവങ്ങളെ മുഴുവൻ അങ്ങേയറ്റത്തെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ കഴിയുമെന്ന് വിശ്വസിച്ചു. ഈ വിഗ്രഹത്തെക്കുറിച്ചും വിശ്വസിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ വാചകങ്ങളുടെ ശൈലിയോ പ്രവർത്തനങ്ങളുടെ രീതിയോ ഇതൊന്നുമല്ല ഷിർക്കിന്റെയും തൗഹീദിന്റെയും മാനദണ്ഡം. അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ദൈവമെന്ന് പറയുമ്പോൾ അള്ളാഹു മാത്രമാണ് പരമമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവനെന്ന് വിശ്വസിക്കലാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്നത് വളരെ വ്യക്തമാണ്, വളരെ പ്രകടമാണ്. ഈ കാര്യം അനിഷേധ്യമായി സ്ഥിരീകരിക്കപ്പെട്ട സത്യവുമാണ്. യഥാർത്ഥത്തിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അർപ്പിക്കപ്പെടേണ്ടവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന കാര്യം കേവലം നാം പറയുന്നത് മാത്രമല്ല, പല ഘട്ടത്തിലും നമ്മുടെ പ്രതിയോഗികൾ പോലും ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നവരാണ്. അങ്ങേയറ്റത്തെ വിനയവും വിധേയത്വവും അർപ്പിക്കപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്ന് മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയുമാണല്ലോ നമ്മുടെ മറുഭാഗത്ത് ഈ വിഷയത്തിലുള്ളത്. ഇരു വിഭാഗവും അംഗീകരിക്കുന്നുണ്ട്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പുസ്തകമാണ്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ പുസ്തകം ഇബാദത്ത് വീക്ഷണങ്ങളെ താരതമ്യം എന്ന ഈ പുസ്തകം അവർക്കിടയിലുള്ള പ്രമുഖ പണ്ഡിതൻ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദീനി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 78 വളരെ വ്യക്തമായി അയാൾ വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കളെ കുറിച്ച് പറയുകയാണ്, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമാണ് ഇബാദത്ത് അല്ലെങ്കിൽ ദൈവമായി കണക്കാക്കൽ എന്ന് പറഞ്ഞ കാര്യം വിശദീകരിച്ചുകൊണ്ട് അയാൾ പറയുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഭാഷയിൽ നിന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ മുഴുവൻ ഭാഷയിൽ ഇബാദത്ത് എന്നത് പരമമായ അനുഗ്രഹദാതാവ് എന്ന നിലയിൽ വിശ്വസിക്കപ്പെടുന്ന, പരമമായി ആരുടെയും സഹായമില്ലാതെ ഒരു അനുഗ്രഹം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യക്തിയോടോ ശക്തിയോടോ ഉള്ള അങ്ങേയറ്റത്തെ വിനയവും വിധേയത്വവുമാണ് എന്ന് വളരെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പുസ്തകം ഇതാ സൂചിപ്പിക്കുന്നു. പക്ഷേ നമുക്ക് മറുപടി പറയുന്ന കൂട്ടത്തിൽ ഇക്കാര്യം അവർ പറയാൻ വിട്ടുപോകും, പറയില്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ തൗഹീദിന്റെ വീക്ഷണത്തെ തകർക്കാൻ വേണ്ടി എഴുതിയ പുസ്തകം എന്ന നിലയിൽ സ്വാഭാവികമായും ജമാഅത്തിന്റെ ആശയത്തെ ഖണ്ഡിക്കാൻ വേണ്ടി സത്യസന്ധമായി ഇതാ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ നേർക്കുന്നതിനർത്ഥം അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അർപ്പിക്കപ്പെടുന്നവൻ അല്ലാഹു മാത്രം എന്നത്. ഈ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അർപ്പിക്കപ്പെടുന്നവൻ അല്ലാഹു മാത്രം എന്നതിൻ്റെ അർത്ഥം അങ്ങേയറ്റത്തെ ഉപകാരവും ഉപദ്രവവും അങ്ങേയറ്റത്തെ അനുഗ്രഹദാതാവ് എന്ന നിലയിൽ വിശ്വസിക്കപ്പെടുന്നവൻ ശക്തി അല്ലാഹു മാത്രമെന്ന അർത്ഥമാണതിൻ്റെ വ്യാഖ്യാനമെന്ന് വളരെ കൃത്യമായി ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ പറയുന്നു. ഇതേ പ്രകാരം ജമാഅത്തെ ഇസ്ലാമിയും ഈ സത്യമിത വളരെ വ്യക്തമായി അംഗീകരിക്കുന്നു, വളരെ വ്യക്തമായി സ്ഥിരീകരിക്കുന്നു. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി മക്കാ മുശ്രിക്കുകൾ
വിശ്വസിച്ചിരുന്നത് അള്ളാഹു ഏതൊരർത്ഥത്തിൽ ഉപകാരവും ഉപദ്രവവും നമുക്ക് വരുത്തി വെക്കുമോ, അള്ളാഹു ഉപകാരം ചെയ്യും, അള്ളാഹു ഉപദ്രവം ചെയ്യും. ഈ ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നത് അള്ളാഹു ഒരാളെയും ആശ്രയിക്കാതെ, ആരുടെയും സഹായമില്ലാതെ, ആരുടെയും പിൻബലമില്ലാതെ സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവനാണെന്ന് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ ദൈവങ്ങളെക്കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് സ്വയം ഉപകാരവും ഉപദ്രവവും, സ്വയം അങ്ങേയറ്റത്തെ അനുഗ്രഹവും അപകടവും വരുത്തിവെക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ച പുസ്തകം പറയുന്നു. ഇത് IPH പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് ഷിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം എന്നാണ്. ഈ പുസ്തകത്തിൽ എന്താണ് ഷിർക്ക് എന്ന് വസ്തുനിഷ്ഠമായി വിശദീകരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിനെ പ്രതിരോധിക്കുന്ന കൂട്ടത്തിൽ എഴുതിയ പുസ്തകമല്ല. അതുകൊണ്ട് തന്നെ അക്കൂട്ടത്തില സത്യം അവർ തുറന്നു പറയുന്നു. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 33 പറയുന്നു, ഏതൊരർത്ഥത്തിൽ അള്ളാഹു ഉപകാരിയും ഉപദ്രവകാരിയും ആണെന്ന് വിശ്വസിക്കേണ്ടതുണ്ടോ അതേ അർത്ഥത്തിൽ തന്നെ ജിന്നുകളും ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ ശക്തരാണെന്ന് അറബികൾ വിശ്വസിച്ചിരുന്നു. ജിന്നുകൾ ആർക്കെങ്കിലും വല്ല നാശവും വരുത്തി വെക്കുകയാണെങ്കിൽ ലോകത്തൊരു ശക്തിക്കും അത് തടയാൻ സാധ്യമല്ലെന്നും അവർ വല്ല ഗുണവും ചെയ്യുന്ന പക്ഷം അവരുടെ കൈപിടിക്കാൻ ആരാലും സാധ്യമല്ലെന്നും അറബികൾ ധരിച്ചിരുന്നു. നോക്കൂ, നിങ്ങൾ പറയുന്നത് അള്ളാഹു എങ്ങനെ ഉപകാരം ചെയ്യുമോ, അള്ളാഹു എങ്ങനെ ഉപദ്രവം ചെയ്യുമോ അതേ വിധത്തിൽ അള്ളാഹു ഒരു ഉപകാരം ചെയ്യുമ്പോൾ ആ ഉപകാരത്തെ തടഞ്ഞു നിർത്താൻ, ആ ഉപകാരത്തെ ചോദ്യം ചെയ്യാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ലെന്നതുപോലെ അവർ ദൈവങ്ങളായി കണക്കാക്കുന്ന ജിന്നുകൾ ഒരു ഉപകാരം ചെയ്യാൻ, ഒരു ഉപദ്രവം ചെയ്യാൻ ശ്രമിച്ചാൽ അത് നിയന്ത്രിക്കാനോ അത് ചോദ്യം ചെയ്യാനോ അതിനെ വെല്ലാനോ ലോകത്ത് അള്ളാഹു ഉൾപ്പെടെ ഒരു ശക്തിക്കും കഴിയില്ല. അവരൊക്കെ സ്വയം പര്യാപ്തരാണെന്ന് അവരുടെ ദൈവങ്ങളെക്കുറിച്ച് മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നുവെന്ന് ആധികാരികമായി ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ നിഷേധിക്കുന്ന സത്യം ഇത് അവരുടെ പുസ്തകം തന്നെ വിശദീകരിക്കുന്നു. ഇതൊരു അടിസ്ഥാനപരമായ സത്യമാണ്. മക്കത്തെ മുശ്രിക്കുകൾ അങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. വളരെ വ്യക്തമായി തഫ്സീർ റാസി വിശദീകരിക്കുന്നുണ്ട്. ഭൂമിയിലെ ഭൗതിക ലോകത്തെ കാര്യങ്ങളൊക്കെ ഈ ദൈവങ്ങൾക്ക് അള്ളാഹു വിട്ടുകൊടുത്തു, എല്ലാം ദൈവങ്ങൾക്ക് വിട്ടുകൊടുത്തു. അതുകൊണ്ട് വിട്ടുകൊടുത്തത് കൊണ്ട് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന പ്രശ്നമില്ല. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ ദൈവങ്ങളെയാണ് ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നിലയിൽ വിശ്വസിച്ചത് കൊണ്ട്, ഇക്കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചത് കൊണ്ട്, അള്ളാഹുവിന് സ്വാധീനമില്ലെന്ന് വിശ്വസിച്ചത് കൊണ്ട് മക്കത്തെ മുശ്രിക്കുകൾ പലപ്പോഴും അള്ളാഹുവിനേക്കാൾ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് ഈ ദൈവങ്ങൾക്കായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ പോലും വിശദീകരിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ കഴിയില്ല, ഈ യാഥാർത്ഥ്യം നിഷേധിക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായി ഞാൻ ചുരുക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി തൗഹീദിൻ്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇതിൻ്റെ അർത്ഥം അള്ളാഹു ഒഴികെ അങ്ങേ അറ്റത്തെ വിനയവും താഴ്മയും അർപ്പിക്കപ്പെടാൻ അർഹൻ മറ്റാരുമില്ല. അതിൻ്റെ അർത്ഥം അള്ളാഹു ഒഴികെ അങ്ങേ അറ്റത്തെ ഉപകാരവും ഉപദ്രവവും, അതായത് അനുഗ്രഹം നൽകാൻ അല്ലെങ്കിൽ അപകടം വരുത്താൻ ആത്യന്തികമായി കഴിവുള്ളവൻ, അള്ളാഹു അല്ലാതെ സ്വതന്ത്രമായി കഴിവുള്ളവൻ മറ്റൊരാളുമില്ല എന്ന സംശുദ്ധമായ വിശ്വാസമാണ് തൗഹീദ്. ആ വിശ്വാസം അംഗീകരിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിൽ അംഗീകരിക്കുന്ന മുഴുവൻ മുസ്ലിം സഹോദരന്മാരും. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം അംഗീകരിക്കുന്ന ഒരു മുസ്ലിം സുഹൃത്ത് മഹാത്മാക്കളോട് സഹായം ചോദിച്ചാൽ അതെങ്ങനെ ശിർക്കാകാനാണ്? അതെങ്ങനെ ശിർക്കാകും? ഇസ്തിഗാസ എന്നാൽ അതാണല്ലോ. ഇസ്തിഗാസ എന്നാൽ സഹായം തേടുക. സാങ്കേതികമായി മഹാത്മാക്കൾക്കുള്ള മുഅ്ജിസത്ത് കറാമത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവരോട് സഹായം ചോദിക്കുക. വളരെ വ്യക്തമായി പച്ചയായി പറഞ്ഞാൽ അമ്പിയാക്കളോട് സഹായം ചോദിക്കുക, ഔലിയാക്കളോട് സഹായം ചോദിക്കുക. ഇതാണല്ലോ ഇസ്തിഗാസ. ഈ ഇസ്തിഗാസ ശിർക്കാണെന്ന് മുജാഹിദ് ജമാഅത്ത് വിഭാഗം പച്ചയായി പറയുന്നു. അത് ശിർക്കല്ല, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ്. മാത്രമല്ല ഫലപ്രദമായ ഒരു കാര്യവുമാണെന്ന് സുന്നത്ത് ജമാഅത്ത് കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി ഇസ്ലാമിക ലോകത്ത് വിശ്വസിച്ചു വരുന്നു, സ്ഥിരീകരിച്ചു വരുന്നു, അംഗീകരിച്ചു വരുന്നു. വ്യാപകമായി മഹാരഥന്മാരിൽ ഈ ഇസ്തിഗാസ നടന്നു വരികയും ചെയ്യുന്നു. ഇതെങ്ങനെ ശിർക്കാകാനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് അങ്ങേയറ്റത്തെ അനുഗ്രഹവും അപകടവും വരുത്താൻ കഴിയുന്നവനെന്ന് വിശ്വസിക്കലാണ് തൗഹീദ് എന്ന് വെച്ചാൽ. മഹാത്മാക്കളോട് സഹായം ചോദിച്ചാൽ അതെങ്ങനെ ശിർക്കാകാനാണ്? ഞാൻ എൻ്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിലെത്തി, യാ റസൂലല്ലാഹ്, എൻ്റെ ഹബീബേ, ഞാൻ അങ്ങകലെ കൊച്ചു കേരളത്തിലാണ്, എനിക്കങ്ങേ നേരിട്ട് സന്ദർശിക്കാൻ അവസരം കിട്ടാറില്ല. ഈ അവസരം അസുലഭമാണ്, അനർഘമാണ്, അമൂല്യമായി ഞാൻ കണക്കാക്കുന്നു. എൻ്റെ കണ്ണുകളിൽ നിന്ന് അറിയാതെ കണ്ണുനീർ കണങ്ങൾ അടർന്നു വീണു. ഞാൻ എൻ്റെ ഹബീബിനോട് പറഞ്ഞു പോയി, എൻ്റെ ഹബീബേ,
എനിക്ക് അള്ളാഹുവിനോട് വേണ്ടി അങ്ങ് ശുപാർശ ചെയ്താലും, എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് അങ്ങ് പ്രാർത്ഥിച്ചാലും എന്ന് പറഞ്ഞു പോയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതർത്ഥത്തിലാണത് ശിർക്കാവുക? ഞാൻ ഹബീബായ റസൂലുള്ളാഹിനെ കുറിച്ച് അള്ളാഹുവിനെ ആശ്രയിക്കാതെ എനിക്ക് വേണ്ടി പ്രത്യേകം ഉപകാരം ചെയ്യാൻ, ഉപദ്രവം ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഹബീബിന് കഴിയുമെന്ന് വിശ്വസിക്കുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ ഇബാദത്താവുക, ശിർക്കാവുക? അങ്ങനെ റസൂലുള്ളാഹിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നില്ലല്ലോ, അമ്പിയാക്കളെ കുറിച്ച് വിശ്വസിക്കുന്നില്ലല്ലോ, ഔലിയാക്കളെ കുറിച്ച് വിശ്വസിക്കുന്നില്ലല്ലോ, ആരിഫീങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നില്ലല്ലോ. മറിച്ച് അവരെ കുറിച്ച് മുഴുവൻ നമ്മൾ അള്ളാഹു ഒഴികെ ലോകത്ത് ആരൊക്കെ ഉണ്ടോ അവരെ കുറിച്ചൊക്കെ വിശ്വസിക്കുന്നത് അവർക്ക് മുഴുവൻ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുക അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട്, അള്ളാഹുവിൻ്റെ ആശ്രയിച്ചുകൊണ്ട്, അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഇതിന് വിധേയമായി മാത്രമേ കഴിയൂ എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണെന്ന് ചിത്രീകരിക്കാൻ തെളിവിൻ്റെ ഒരു പുൽക്കൊടി പോലും ലഭിക്കില്ല എന്നാണ് സത്യം. തെളിവുകൾ വേണ്ടേ? തെളിവുകൾ കൊണ്ടുവരാൻ സാധ്യമല്ല, യാതൊരു തെളിവും കൊണ്ടുവരാൻ സാധ്യമല്ല. പിന്നെ ഇത് ഷിർക്കാണെന്ന് ചിത്രീകരിക്കാൻ കാര്യമായി യഥാർത്ഥത്തിൽ ഇത്തരം കക്ഷികൾ ഉന്നയിക്കാറുള്ള തെളിവുകൾ പ്രധാനമായും ഖുർആനിലെ ചില സൂക്തങ്ങളാണ്. അടിസ്ഥാനപരമായി തൗഹീദ് അവർ കൊടുത്ത നിർവചനം അല്ലെങ്കിൽ ഇലാഹിന് കൊടുത്ത അർത്ഥം തെറ്റാണെന്ന് സ്ഥിരീകരിച്ചാൽ അതിൽ പിടിച്ചു നിൽക്കാതെ അവർ നേർക്കുനേരെ പോകുന്നത് വിശുദ്ധ ഖുർആൻ ആയത്തുകളിലേക്കാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ഖുർആൻ സൂക്തങ്ങളുണ്ട്. അള്ളാഹു ഒഴികെയുള്ള ദൈവങ്ങളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ഖുർആൻ സൂക്തങ്ങളുണ്ട്. ഈ ഖുർആൻ സൂക്തങ്ങൾ ഒന്നും രണ്ടുമല്ല. കാരണം ഖുർആൻ അവതരിച്ചത് വിശുദ്ധ തൗഹീദ് പഠിപ്പിക്കാനായിരുന്നല്ലോ. ഈ വിശുദ്ധ തൗഹീദ് പഠിപ്പിക്കാൻ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കിടയിൽ ശിർക്കിനെതിരെ നിരന്തരം ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആയത്തുകൾ മറ്റ് വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആയത്തുകൾ എടുത്ത് യഥാർത്ഥത്തിൽ ഇത് മഹാത്മാക്കളോട് സഹായം ചോദിക്കരുത് എന്നാണ് ആശയം എന്ന് വരുത്തി തീർത്ത് യഥാർത്ഥത്തിൽ ഇസ്തിഗാസയെ ചോദ്യം ചെയ്യുകയാണ് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായി പ്രചരണം നടത്തുകയാണ് ഒന്ന് പ്രധാനമായും അവർ ചെയ്യുന്നത്. ഞാൻ ചില സൂക്തങ്ങൾ സാമ്പിളിന് പറയാം. ഇൻ തദുഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ആ മഹാത്മാക്കളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളെ വിളി കേൾക്കില്ല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ യൗമുൽ ഖിയാമത്തിൽ ഈ മഹാത്മാക്കൾ നിങ്ങൾ ശിർക്കിനെ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, വളരെ സൂക്ഷ്മമായി വിവരമുള്ള അള്ളാഹുവാണ് ഇത് പറഞ്ഞു തരുന്നത്. കണ്ട മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കരുതെന്നല്ല ഖുർആൻ പറഞ്ഞത്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജിബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ വിളിച്ചു തേടിയാലും ഉത്തരം ചെയ്യാൻ കഴിയാത്ത ഈ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കാൾ, സഹായം ചോദിക്കുന്നവരെക്കാൾ വഴി തെറ്റിയവർ ആരുണ്ട്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഈ മഹാത്മാക്കൾ ഇവരുടെ വിളികളിൽ നിന്നും എത്രയോ അശ്രദ്ധരാണ്. ഈ തരത്തിൽ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, നിങ്ങൾ അള്ളാഹു ഒഴികെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മഹാത്മാക്കളുണ്ടല്ലോ അവരോട് നിങ്ങൾ വിളിച്ചു നോക്ക്, വിളിച്ചിട്ട് ഫലമില്ല. ഫലസ്തജീബു ലക്കും ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അവരൊന്ന് ഉത്തരം ചെയ്യട്ടെ. ഈ തരത്തിൽ ഒരുപാട് ഖുർആൻ സൂക്തങ്ങൾ, ഞാൻ 3 എണ്ണമാണ് ഓതിക്കേൾപ്പിച്ചത്. ഈ തരത്തിൽ 300 എണ്ണം ആണെങ്കിൽ ഖുർആൻ ഓതാൻ സാധിക്കും. പക്ഷെ ഞാൻ വിനയപൂർവ്വം പറയട്ടെ, മുജാഹിദ് പുസ്തകത്തിൽ, ജമാഅത്ത് പുസ്തകത്തിൽ മഹാത്മാക്കൾ എന്നാണ് ഈ ആയത്തുകൾക്ക് അർത്ഥം കൊടുത്തത്. ഞാൻ സ്നേഹപൂർവ്വം ഉണർത്തട്ടെ സഹോദരന്മാരെ, മഹാത്മാക്കൾ എന്ന ഒരർത്ഥം വിശുദ്ധ ഖുർആന്റെ ആധികാരികമായ പ്രാമാണികമായ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഇത്തരം സൂക്തങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നൊരു സത്യം മാത്രമാണ്, ഒരു പരമാർത്ഥം മാത്രമാണ്. ഈ ആയത്തുകൾ മുഴുവൻ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു ഒഴികെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഐ അസ്നാം, വിഗ്രഹങ്ങൾ എന്നാണ്. ഐ ഔസാൻ, ബിംബങ്ങൾ എന്നാണ്. അള്ളാഹു ഒഴികെ നിങ്ങൾ വിളിച്ച് സഹായം ചോദിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഈ ദൈവങ്ങളുണ്ടല്ലോ, ഈ വിഗ്രഹങ്ങളുണ്ടല്ലോ, ആ വിഗ്രഹങ്ങൾ നിങ്ങൾ വിളിച്ചാൽ കേൾക്കില്ല. ഖുർആന്റെ മുഴുവൻ തഫ്സീറുകളതാ പറയുന്നത്. ലിഅന്നഹ ജമാദാത്ത്, എന്താ കേൾക്കില്ല എന്ന് പറയാൻ കാരണം അവ നിർജീവ വസ്തുക്കളാണ്. ലാ തുബ്സിറു വലാ തസ്മഉ, അതിന് കാഴ്ചയില്ല, അതിന് കേൾവിയില്ല. വളരെ വ്യക്തമായി ഖുർആൻ ആയത്തുകൾ മുഴുവൻ വിശദീകരിക്കുന്നുണ്ട്. തഫ്സീറുൽ ഖുർത്തുബി, തഫ്സീർ തൊബരി, തഫ്സീർ റാസി, ആധികാരികമായി കണക്കാക്കപ്പെടുന്ന അഖില ലോക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും മുജാഹിദ് പ്രസ്ഥാനം മഹാത്മാക്കളോട് സഹായം ചോദിക്കരുത് എന്ന് അർത്ഥം ചോദിക്കേൽപ്പിക്കുന്ന ആയത്തുകളുടെ അർത്ഥം വ്യാജമായ അർത്ഥമാണ്.
അതിൻ്റെ മുഴുവൻ അർത്ഥം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, ആ വിഗ്രഹങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയില്ല എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ ഈ വളരെ വ്യക്തമായി വിഗ്രഹങ്ങളോട് നിങ്ങൾ സഹായം ചോദിച്ചാൽ ആ സഹായം ചോദിക്കുന്നവർ കേൾക്കില്ല എന്ന് പറയുന്ന ആയത്തിൻ്റെ അർത്ഥം മാറ്റി അത് മഹാത്മാക്കളുടെ പേരിൽ ചാർത്തിക്കൊണ്ട് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്തുമാത്രം ഗുരുതരമായ പാതകമാണെന്ന് ഒരു നിമിഷം നിങ്ങൾ ഓർത്തു നോക്കൂ. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം, അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇത് നമ്മുടെ പണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ മുജാഹിദ് സുഹൃത്തുക്കൾ ചോദ്യം ചോദിക്കാറുണ്ട്. വിഗ്രഹങ്ങൾ എന്ന് തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ വയജൂസു, അനവദനീയമാണ്, യുറാദ കുല്ലു മഅബൂദിൻ മിൻ ദൂനില്ലാ, അള്ളാഹു ഒഴികെ ഇബാദത്ത് അർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ. വിഗ്രഹങ്ങൾ മാത്രമല്ല, മിൻ ഈസാ വ ഉസൈർ വൽ മലായിക വൽ ജിന്ന്, ഈസ നബിയെ ഈ ഗണത്തിൽ കൂട്ടാം. കാരണം ഈസ നബിയെ ക്രിസ്ത്യാനികൾ പൂജിക്കുന്നുണ്ടല്ലോ, ഉസൈർ അലൈഹിസ്സലാമിനെ ഈ കൂട്ടത്തിൽ കൂട്ടാം. കാരണം ജൂതന്മാർ പൂജിക്കുന്നുണ്ടല്ലോ. മലക്കുകളെ കൂട്ടാം, ജിന്നുകളെ കൂട്ടാം, ആ മഹാത്മാക്കളെയും ഈ ഗണത്തിൽ പെടുത്താമെന്ന് ചില തഫ്സീറുകൾ പറയുന്നുണ്ടല്ലോ. അപ്പം കേൾക്കുക എന്നറിയിൽ മഹാത്മാക്കളും പെട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ ചോദ്യത്തിന്, ആ സംശയത്തിന് മറുപടി അത് വിശദീകരിച്ച അതേ സ്ഥലത്ത് തന്നെ തഫ്സീർ റാസിയിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി 28-ാം വാല്യം 6-ാം പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവരെയും ഉൾപ്പെടുത്താം എന്ന് വെക്കുകയാണെങ്കിൽ ഇല്ല അന്നഹു ഗുല്ലിബ ഗൈറുൽ ഔസാൻ അൽ ഔസാൻ, വിഗ്രഹങ്ങളല്ലാത്ത മഹാത്മാക്കളെ തഗ്ലീബാക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കണം. അവരെ മാറ്റി നിർത്തി കേൾക്കില്ല കാണില്ല എന്ന് പറഞ്ഞ വിശേഷങ്ങൾ അവരെ തഗ്ലീബാക്കി മാറ്റി നിർത്തി വിഗ്രഹങ്ങൾക്ക് മാത്രം ബാധകമാണെന്ന് വെക്കണമെന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി ആധികാരികമായി വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകക്കാമ്പ് ഈ പറയുന്ന നൂറുകണക്കിന് ഖുർആൻ സൂക്തങ്ങളുടെ അർത്ഥം മഹാത്മാക്കളെ നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കില്ല എന്ന വ്യാജമായ അർത്ഥം, വ്യാജമായ വ്യാഖ്യാനം ചമച്ചുണ്ടാക്കിയല്ലേ ലോകത്തെ മുസ്ലിം ജനകോടികളെ മുഴുവൻ മുശ്രിക്കുകളാക്കുന്നത്? അല്ലെങ്കിൽ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി എന്തെങ്കിലും പിൻബലം ഇതിന് കണ്ടെത്താൻ സാധിക്കുമോ, കൊണ്ടുവരാൻ സാധിക്കുമോ? സാധിക്കില്ല എന്നാണ് സത്യം. പിന്നൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാറുള്ളത് ബുദ്ധിപരമായൊരു ചോദ്യമാണ്. ലോകത്തുള്ള കോടാനുകോടി ആളുകൾ ഒരേ സമയം വ്യത്യസ്ത ഭാഷകളിൽ ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് യാ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് വിളിച്ചാൽ ഒരേ സമയം മനസ്സിലാക്കാനും അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും ഉത്തരം ചെയ്യാനും എങ്ങനെയാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് സാധിക്കുക? ഒരു ബുദ്ധിപരമായ ചോദ്യമാണ്. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, ബുദ്ധിപരമായി നമുക്കിത് ഉൾക്കൊള്ളാൻ കഴിയില്ല. വ്യാഖ്യാനം എന്തും കൊടുക്കാം, പക്ഷേ നമുക്ക് ബുദ്ധിപരമായത് ഉൾക്കൊള്ളാൻ സാധിക്കയില്ല. കാരണം എങ്ങനെയാണ് നടത്തുന്നത് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അതേസമയം നമ്മൾ മാത്രമല്ല ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ 14 നൂറ്റാണ്ട് ഇപ്പുറമുള്ള ഒന്നുമല്ലാത്ത ആളുകളാണ്. നമുക്ക് മുമ്പ് യോഗ്യരായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇക്കാര്യം വളരെ വ്യക്തമായി വസ്തുനിഷ്ഠമായി ആധികാരികമായി വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്ന വിളി അവിടെ നിൽക്കട്ടെ, തൽക്കാലം നിൽക്കട്ടെ. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, അബൂദാവൂദ് നിവേദനം ചെയ്ത ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആ ഹദീസ് പരമ്പര സ്വഹീഹാണെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വീകാരനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിമിൻ്റെ നിബന്ധന ഒത്ത ഹദീസാണെന്ന് വളരെ വ്യക്തമായി മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് എഴുതി വെച്ചിട്ട് വളരെ കൃത്യമായ കുറ്റമറ്റ നിവേദക പരമ്പരയോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹിസ്സലാം. ലോകത്താരെനിക്ക് സലാം ചൊല്ലിയാലും, എവിടെ വെച്ച് സലാം ചൊല്ലിയാലും, ഏത് ഭാഷയിൽ സലാം ചൊല്ലിയാലും, ലോകത്തിൻ്റെ മുക്കുമൂലകൾ വെച്ച് കോടിക്കണക്കിന് ആളുകൾ ഒരേ സമയം സലാം ചൊല്ലിയാലും ആ സലാമൊക്കെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ സലാം തിരിച്ച് ഞാൻ ഓരോരുത്തർക്കും വൈയക്തികമായി മടക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. മാത്രമല്ല അതിനുപോൽഫലകമായി ഒരു ഹദീസ് കൂടി ചൂണ്ടിക്കാണിക്കട്ടെ സഹോദരന്മാരെ. ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ഹദീസ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാഠപുസ്തകത്തിൽ പോലും പഠിപ്പിച്ച് ഉദ്ധരിച്ച ഹദീസാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാഠപുസ്തകം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന പണ്ട് കാലത്ത് പഠിപ്പിച്ച പുസ്തകമാണെന്ന് പറഞ്ഞാൽ അവർ പറയും പണ്ടത്തെ മൗലവിമാർക്ക് തെറ്റുപറ്റിയതാണ്. ഇപ്പോൾ KNMൻ്റെ സിലബസ് പ്രകാരം 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക കർമ്മ പാഠങ്ങൾ എന്ന ഈ പാഠപുസ്തകത്തിൻ്റെ പേജ് നമ്പർ 26 വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. എന്താണ് വിശദീകരിക്കുന്ന ഹദീസ്? വളരെ വ്യക്തമായി പറയുന്നു, ഒരു വിധം തകരാറുണ്ടെങ്കിൽ ഹദീസ് അവർ തള്ളുമല്ലോ. അവർ പോലും അംഗീകരിക്കുന്ന പാഠപുസ്തകത്തിൽ കുട്ടികൾക്ക് പഠിപ്പിക്കണമെങ്കിൽ എത്രമാത്രം ആധികാരികമായി കണക്കാക്കണം. ആ ഹദീസിൽ പാഠപുസ്തകത്തിൽ അവർ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്താണ് പഠിപ്പിക്കുന്ന ഹദീസ്?
عن أوس بن أوس رضي الله عنه أنه قال رسول الله صلى الله عليه وسلم إن من أفضل أيامكم يوم الجمعة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ഫഅക്സിറു അലയ്യ മിനസ്വലാത്തി ഫീ, അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എനിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. ഇത് പറഞ്ഞിട്ട് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, ഫൈന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, കാരണം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത്, നിങ്ങൾ എവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലിയാലും, ഏത് ഭാഷയിൽ സ്വലാത്ത് ചൊല്ലിയാലും, എങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന മുഴുവൻ ഫഇന്നഹ മഅറൂദത്തുൻ അലയ്യ, എനിക്ക് കാണിക്കപ്പെടും. ഞാനത് മദീന മുനവ്വറയിൽ ഇരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാൻ്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വകൈഫ തുഅറദു അലൈക സ്വലാത്തുനാ യാ റസൂലല്ലാഹ് വഖദ് അറംത, നബിയെ ഇന്ന് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും സാധിക്കുമെന്ന് ഒരു പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു നാൾ നിങ്ങൾ വഫാത്തായി പോയാൽ, നിങ്ങൾ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ, നിങ്ങൾ ഈ മണ്ണിൻ്റെ ഭാഗമായി ലയിച്ചു പോയാൽ, ലോകത്തുള്ള കോടാനുകോടി ആളുകളുടെ സ്വലാത്ത് നിങ്ങൾക്ക് ഒരേ സമയം എങ്ങനെയാണ് കാണാനും കേൾക്കാനും സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് കൊടുത്ത മറുപടി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിൽ പറയുന്നത് ഈ കാണുക കേൾക്കുക എന്നത് ഭൗതിക ശരീരത്തിൻ്റെ പിൻബലത്തോടു കൂടിയല്ല, ആത്മാവിൻ്റെ പ്രത്യേകതയാണ്. ഭൗതിക ശരീരത്തിൻ്റെ പ്രത്യേകതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഞങ്ങൾ അമ്പിയാക്കളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നല്ലാഹ ഹറമ അജ്സാദൽ അംബിയാ അലാ ഹാദിൽ അർള്, നബിമാരുടെ ഭൗതിക ശരീരം പോലും ഈ മണ്ണിൽ വെച്ചാൽ അത് ലയിച്ചു പോകുന്നത്, നശിച്ചു പോകുന്നത് ഈ ഭൂമിക്ക് അല്ലാഹു വിലക്കിയിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം പോലും പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ച് അംഗീകരിക്കുന്ന ഈ ഹദീസിലും തൊട്ട് മുമ്പത്തെ ഹദീസിലും പറഞ്ഞത്, ലോകത്തുള്ള കോടാനുകോടി ആളുകൾ ഒരേ സമയം നബി തങ്ങൾക്ക് വ്യത്യസ്തമായ ഭാഷയിൽ സ്വലാത്തും സലാമും ഒരേ സമയം ചൊല്ലിയാൽ അത് നബി തങ്ങൾ തത്സമയം കാണുകയും കേൾക്കുകയും ചെയ്യുമെന്ന് മാത്രമല്ല, വൈയക്തികമായി ഓരോരുത്തർക്കും തിരിച്ച് പ്രാർത്ഥിക്കുകയും സലാം അടക്കുകയും ചെയ്യുമെന്ന് പഠിപ്പിക്കുമ്പോൾ ഇത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ അത് മാത്രം ഇരിക്കണ്ട. നമ്മുടെ ബുദ്ധിപരമായി ഭൗതികമായ ബുദ്ധി കൊണ്ട് എല്ലാം വിശദീകരിക്കണമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? നിഷേധിക്കാൻ പറ്റുമല്ലോ. ലൈഫാണെന്ന് പറയാമായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർക്കെങ്കിലും പറയാമായിരുന്നു. പക്ഷെ അവർ പോലും പാഠപുസ്തകത്തിൽ ഉദ്ധരിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം രണ്ടായപ്പോൾ ഇത് KNM പാഠപുസ്തകത്തിലുള്ളതാണ്. ഔദ്യോഗിക ഗ്രൂപ്പിന് എതിരുള്ള മടവൂരിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈ പാഠപുസ്തകം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് മടവൂർ ഗ്രൂപ്പിൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞു, എന്തായിരുന്നാലും ആ ഹദീസ് പാഠപുസ്തകത്തിൽ കൊടുത്ത് നന്നായില്ല, കാരണം ഖുറാഫികളെ തെളിവാക്കൂലേ. അപ്പോഴാണ് നമ്മുടെ പുസ്തകത്തിൽ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം മറുവിഭാഗം അതിന് മറുപടി എഴുതി. സത്യം എൻ്റെ കയ്യിലെ പുസ്തകങ്ങൾ മറുവിഭാഗം മറുപടി എഴുതി, അള്ളാൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ഖുറാഫിക്ക് തെളിവാകുമെന്ന് വിചാരിച്ച് മാറ്റിവെക്കൽ ശരിയല്ല, അത് അങ്ങനെ തന്നെ പാഠപുസ്തകത്തിൽ അങ്ങ് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം മടവൂർ ഗ്രൂപ്പ് തിരിച്ച് അവിടെ ഷബാബിൽ മറുപടി അവരെഴുതി, അങ്ങനെ ഹദീസ് സ്വഹീഹാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ, പാഠപുസ്തകത്തിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ നേർക്ക് നേരെ അർത്ഥം പറയുന്നവർ ഒരു വ്യാഖ്യാനം കൊടുത്തുകൂടായിരുന്നോ? അവർ നിർദ്ദേശിച്ച വ്യാഖ്യാനമുണ്ട്, ഫൈന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് ഒരേ സമയം കോടാനുകോടി ആളുകൾ സ്വലാത്ത് ചൊല്ലിയാൽ അതെനിക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞതിന്, അതായത് അതിൻ്റെ പ്രതിഫലം എനിക്ക് എത്തിക്കപ്പെടുമെന്ന് അർത്ഥം കൊടുത്താൽ പ്രശ്നത്തിന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ലേ? അപ്പോൾ തിരിച്ച് KNM മറുപടി, ഇതൊക്കെ അവരുടെ പുസ്തകത്തിൽ വന്ന വാക്കുകളാണ്. അള്ളാൻ്റെ റസൂലിൻ്റെ ഹദീസ് പറഞ്ഞാൽ അതിന് സ്വന്തം വക വ്യാഖ്യാനം കൊടുക്കുക എന്നത് ഒരു മുസ്ലിമിന് അനുയോജ്യമല്ല, ഞങ്ങളത് അങ്ങനെ തന്നെ അർത്ഥം കൊടുക്കും. യാഥാർത്ഥ്യം നിങ്ങൾ നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. അടിസ്ഥാനപരമായി മഹാനായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തുള്ള കോടാനുകോടി ആളുകൾ ഒരേ സമയം സ്വലാത്തും സലാമും ചൊല്ലുമ്പോൾ അത് കേൾക്കാനും കാണാനും പ്രതികരിക്കാനും സാധിക്കുമെങ്കിൽ ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ, ഈ മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിക്കുന്ന വിളി കേൾക്കാൻ മാത്രം എങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തി? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, മുജാഹിദ് വിഭാഗത്തിന് പോലും സ്വീകാര്യനായ സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം എന്നറിയപ്പെട്ട പണ്ഡിതൻ തൻ്റെ ഫത്ഹുൽ ബാരി 8ാം വാല്യം 324 പേജിൽ ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി നമുക്ക് പറയാം, നമ്മൾ വ്യാഖ്യാനിക്കട്ടെ. അദ്ദേഹം പറയുകയാണ്, എങ്ങനെയാണ് ഈ സ്വലാത്തു സലാമൊക്കെ നബിക്ക് തത്സമയം കാണാനും കേൾക്കാനും കഴിയുക? ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. അദ്ദേഹം കൊടുത്ത മറുപടി എന്താണോ? അതൊക്കെ ആത്മീയ ലോകത്തെ കാര്യങ്ങളാണ്. നമ്മൾ റൂഹിനെ കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുക. നമ്മൾ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചിട്ടാ ആത്മീയ ലോകത്തെ കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്, ഉജീബ, അതിന് മറുപടി നൽകപ്പെട്ടു.
പാരത്രിക ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ ഭൗതിക ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. വഅഹ്വാലുൽ ബർസഖി അശ്ബഹു ബി അഹ്വാലിൽ ആഖിറ. ഇത് ബർസഖി ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ മഹാത്മാക്കളുടെ ജീവിതം. അവിടുത്തെ സ്ഥിതിഗതികൾ ആഖിറവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് വഴങ്ങില്ല. നമുക്കിത് വിശദീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. അതങ്ങനെ തന്നെ വിശ്വസിക്കണം. സ്ഥിരീകരിക്കപ്പെട്ട രേഖകളുള്ളതുകൊണ്ട് എന്ന് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി വളരെ വ്യക്തമായി സ്ഥിരീകരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിനയാന്വിതരായി പ്രവാചക വചനം അംഗീകരിക്കാം, ഖുർആൻ അംഗീകരിക്കാം, അതതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം അംഗീകരിക്കാം. വികൃതമായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് 14 നൂറ്റാണ്ടുകാലത്തെ സച്ചരിതരായ മുസ്ലിം ജനസമൂഹം അംഗീകരിച്ച ഇമാം സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ശിഫാഉ സിഖാമിൽ പറഞ്ഞു, ഇൽം അൻഹു യജൂസു വയഹ്സുനു അത്തവസ്സുലു വൽ ഇസ്തിഗാസ വസ്തശഫഉ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കലും, നബി തങ്ങളോട് നേരിട്ട് ഇസ്തിഗാസ ചെയ്യലും, നബി തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യലും തശഫഉ ചെയ്യലും ഇത് മുഴുവൻ അനുവദിക്കപ്പെട്ടതാണെന്ന് മാത്രമല്ല ഫലപ്രദമാണ്, ഏറ്റവും നല്ല ചില മാർഗങ്ങളാണ് എന്ന് ആധികാരികമായി രേഖപ്പെടുത്തി ലോക മുസ്ലിങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാർഗം അംഗീകരിക്കാം, സത്യത്തിൻ്റെ കൂടെ അണിനിരക്കാം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയം വൈകിയത് കൊണ്ട്. സച്ചരിതരായ മുൻഗാമികൾ ഇസ്തിഗാസ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഹദീസിൻ്റെ ശകലങ്ങളിൽ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം സംഭവങ്ങൾ ഈ പുസ്തകത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട തൗഹീദിൽ വളരെ പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ സംഭവങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിന്റെ ഖബറിനെ ചെന്ന് ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക യാ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ, നബിയെ മഴയ്ക്ക് വേണ്ടി തേടണമെന്ന് പറയുമ്പോൾ, ആ ഹദീസ് നമ്മൾ ഉദ്ധരിക്കുമ്പോൾ അതിനെതിരായ തെളിവ് എന്താണോ മുജാഹിദ് വിഭാഗവും ജമാഅത്തും ഉദ്ധരിക്കുന്നത്, ആ എതിരായ ഭാഗം ചൂണ്ടിക്കാണിച്ച് അതിനുകൂടി കൃത്യമായ വിശദീകരണം നൽകിക്കൊണ്ട് അത് ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് അബ്ദുൽ അസീസ് എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഉസ്താദ് ഇവിടെ പറഞ്ഞതിൻ്റെ വിഷയം ബന്ധപ്പെട്ട് തന്നെയാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫഅൻ വയഖൂലൂന ഹൗലാഇ ശുഫാഅഉനാ ഇൻദല്ലാഹ് ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം റാസി പറയുന്നതായി നമ്മുടെ നബിയുടെ വാക്കുകൾ ഉദ്ധരിക്കാറുണ്ട്. ഔലിയാക്കന്മാർ ഇന്ന് നമ്മൾ സിയാറത്ത് ചെയ്യുന്ന ഔലിയാക്കന്മാരെ സംബന്ധിച്ചും ഇത് തന്നെയാണ് വിധി എന്ന് പറയാറുണ്ട്. ആ ശുപാർശക്ക് അർഹരല്ല എന്ന് ഈ ആയത്തിൻ്റെ അർത്ഥം. അതിനെപ്പറ്റി ഉസ്താദ് എന്ത് പറയുന്നു? അദ്ദേഹം ചോദിച്ച ചോദ്യം പലപ്പോഴും നമ്മുടെ പ്രതിയോഗികൾ ഉദ്ധരിക്കാറുള്ളതാണ്. തഫ്സീർ റാസിയിൽ ഇങ്ങനെ പരാമർശമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുന്നു. വനളിറുഹു ഫി ഹാദ സമാൻ ഇഷ്തിഗാലു കസീർ മിനൽ ഖൽഖ് ബിതഅലീമി ഖുബൂരിൽ അകാബിർ അലാ അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും യകൂനു ലഹും ശുഫാഅ ഇൻദല്ലാഹ്. ഷിർക്ക് വിശദമായി ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറയുകയാണ്, അതിന് തുല്യമാണ് ഇഷ്തിഗാലു കസീർ മിനൽ ഖൽഖ്, ധാരാളം ആളുകൾ വ്യാപൃതരായത്, ബിതഅലീമി ഖുബൂരിൽ അകാബിർ, മഹാന്മാരുടെ ഖബറുകളെ പ്രത്യേകമായി ആദരിക്കുന്നത്, അലാ അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും, അവരുടെ ഖബറുകളെ ഇവരാദരിച്ചാൽ യകൂനൂന ലഹും ശുഫാഅ ഇൻദല്ലാഹ്, നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ ഷഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി. ഇത് ശിർക്കാണെന്നാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. പ്രത്യക്ഷത്തിൽ ഈ വാചകം അടർത്തിയെടുത്ത് അർത്ഥം പറഞ്ഞാൽ നമ്മൾ മഹാത്മാക്കളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യാറുണ്ട്, അവരെ വന്ദിക്കാറുണ്ട്, അവരുടെ ഖബറുകളോടും ബഹുമാനം കാണിക്കാറുണ്ട്. അങ്ങനെ കാണിച്ചാൽ അവർ നാളെ ആഖിറത്ത് നമുക്ക് ഷഫാഅത്ത് ചെയ്യുമെന്ന് വിശ്വസിക്കാറുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നത് ഷിർക്കാണെന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായത് ഷിർക്കല്ലേ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇമാം റാസിയുടെ ഈ പരാമർശത്തിൽ ഇദാ അല്ലമു ഖുബൂറഹും, അവരുടെ ഖബറുകളെ അവർ തഅ്ലീം ചെയ്താൽ, അവർ ബഹുമാനിച്ചാൽ എന്ന് പറഞ്ഞ തഅ്ലീം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇബാദത്തിന് കൊടുത്ത അർത്ഥം അൽ ഇത്തിയാനു ബി അക്മലി വുജൂഹി തഅ്ലീം, ഏറ്റവും പൂർണ്ണമായ തഅ്ലീമിനെ കൊണ്ടുവരലാണ്. ആ പൂർണ്ണമായ തഅ്ലീം ഇബാദത്താണ്. ആ പൂർണ്ണമായ തഅ്ലീം അല്ലെങ്കിൽ ബഹുമാനം കൊണ്ടുവന്നാൽ ഇബാദത്താണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ ആ അർത്ഥപ്രകാരം അദ്ദേഹത്തിൻ്റെ വിശദീകരണം അപ്പുറവും ഇപ്പുറവും ചേർത്ത് വായിച്ചാൽ ഇഷ്തിഗാലു കസീരി മിനൽ ഖൽഖി, ധാരാളം സൃഷ്ടികൾ ഇന്ന് ഖബറിനെ ആദരിക്കുന്നതിൽ വ്യാപൃതമാകുന്നു. ബിതാദീമി ഖുബൂരിൽ അക്കാബർ. ഏതാദരവ്? സമ്പൂർണമായ ആദരവ്. സമ്പൂർണമായ ആദരവ് ഏതാണ്? ഇബാദത്താണ്. അപ്പോൾ ഇബാദത്ത് ചെയ്യുന്നു എന്നർത്ഥം. ഖബറുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നു. ഏത് വിശ്വാസപ്രകാരം? ഖബറുകൾക്ക് ഇബാദത്ത് ചെയ്താൽ ആ ഖബറുമായി ബന്ധപ്പെട്ട ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ ഷഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മുസ്ലിമുകൾ വിശ്വസിക്കുന്ന ഷഫാഅത്തല്ല, മുശ്രിക്കുകൾ വിശ്വസിക്കുന്ന സ്വാധീനം ചെലുത്തി സമ്മർദ്ദം ചെലുത്തി കാര്യം നേടിത്തരുന്ന റെക്കമെൻഡ് ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നു എന്നാണ് അർത്ഥം. ഞാൻ അങ്ങനെ പറയാൻ കേവലം ഖുർആൻ തഫ്സീർ റാസിയിലെ മറ്റ് പരാമർശങ്ങൾ കൂട്ടി യോജിപ്പിച്ച് മാത്രമല്ല, ഇതങ്ങനെ തന്നെയാണ് ഇമാം റാസി ഉദ്ദേശിച്ചത്. ഈ ഖബറുകൾക്ക് ഇബാദത്ത് ചെയ്താൽ ഖബറാളികൾ അവർക്ക് വേണ്ടി നാളെ ഷഫാഅത്ത് ചെയ്യും എന്നാണ് അർത്ഥമെന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ ആശയം തൻ്റെ തഫ്സീർ റാസിയിൽ മറ്റൊരിടത്ത് വിശദീകരിക്കുന്നത് വളരെ വ്യക്തമായി നേർക്കുനേരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ ആ ഇബാറത്ത് വായിക്കട്ടെ. വറാബിഉഹ അന്നു മത്താ മാതമിൻഹും റജുലുൻ കബീർ, അവരുടെ കൂട്ടത്തിൽ പ്രമുഖൻ മരിച്ചു പോയാൽ പ്രത്യേകമായി മുജാബുദ്ദഅവത്തും ഷഫാഅത്ത് മഖ്ബൂലുമായ ആളാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രധാനി മരിച്ചു പോയാൽ ഇത്തഖദു സ്വനമൻ അലാ സൂറത്തിഹി, ആ മഹാന്റെ അതേ രൂപത്തിൽ അവരൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. യഅ്ബുദൂനഹു, ഇവിടെ യുഅല്ലിമുനഹു എന്നല്ല, ആ മരിച്ചുപോയ മഹാന്റെ ആ ഖബറിടത്തെ അല്ലെങ്കിൽ ആ പ്രത്യേക രൂപത്തെ അവർ ഇബാദത്ത് ചെയ്യുമായിരുന്നു. എന്താ വിശ്വാസം? അല ഇഅ്തിഖാദി അന്ന ദാലിക്കൽ ഇൻസാൻ, ഈ സൂറത്തിനെ ഈ രൂപത്തിനെ അവർ ഇബാദത്ത് ചെയ്താൽ ഈ മനുഷ്യൻ യകൂനു ഷഫീഅൻ ലഹു യൗമുൽ ഖിയാമ ഇൻദല്ലാഹി തആല, അല്ലാഹുവിൻ്റെ അടുക്കൽ നാളെ യൗമുൽ ഖിയാമത്തിൽ ഇവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി അലാമ അഖ്ബറല്ലാഹു തആല, അല്ലാഹു അറിയിച്ചതനുസരിച്ച് ഹഉലാഇ ശുഫാഉന ഇൻദല്ലാഹ്, അവിടെ ചോദിച്ച അതേ ചോദ്യം, ഇവർ നാളെ അല്ലാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്ന്. അവിടെ വളരെ വ്യക്തമായി പറഞ്ഞത്, അവിടെ ഖബറിൽ കിടക്കുന്ന ആളുകളെ ബഹുമാനിച്ചാൽ അല്ലെങ്കിൽ ഖബറിനെ ബഹുമാനിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് ഇമാം റാസി ഇബാദത്തിന്റെ അർത്ഥത്തിൽ കൊണ്ടുവന്ന സമ്പൂർണ്ണ ബഹുമാനമാണ്, താഴീമാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇവിടെ കൊടുത്ത ഇബാറത്ത് അങ്ങനെ തന്നെയാണ്. യഅ്ബുദൂനഹു അലാ ഇഅ്തിഖാദി അന്ന ദാലിക്കൽ ഇൻസാൻ യകൂൻ ഷഫീഅൻ ലഹു ഇൻദല്ലാഹി തആല, അല്ലാഹുവിൻ്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ഈ ഖബറിനെ ബഹുമാനിക്കുക എന്നല്ല ഇവിടെ പറഞ്ഞത്, ഇബാദത്ത് ചെയ്യുക എന്നാണ്. അപ്പോൾ അവിടെ താഴീം എന്നതിൻ്റെ അർത്ഥം ഇമാം റാസി ഇബാദത്തിന്റെ അർത്ഥത്തിൽ കൊണ്ടുവന്ന അൽ ഇത്തിയാനു ബി അക്മലി വുജൂഹി തഅദീം, ഏറ്റവും സമ്പൂർണ്ണമായ തഅദീം, സമ്പൂർണ്ണമായ ബഹുമാനം എന്നാണ്. അതായത് ഇബാദത്ത് ചെയ്യുക എന്നാണ്. ഇബാദത്ത് ചെയ്താൽ ശിർക്ക് വരുമെന്ന് ഉറപ്പാണ്. മുസ്ലിമീങ്ങൾ മഹാത്മാക്കളെ ഖബറുകൾക്കോ മഹാത്മാക്കൾക്കോ ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് തീർച്ച. എൻ്റെ ചോദ്യം, ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുൽ വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്ന ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത്, അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്ത് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം, ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത്, ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ
ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഉസ്മാൻ. ഞാൻ റൗദത്തുൽ അറബി കോളേജിൽ പഠിക്കുകയാണ്. സ്ഥലം കീശ്ശേരി. പിന്നെ ഇസ്തിഹാസയെ പറ്റി ഷിർക്കാണ് എന്നും ജായിസാണ് എന്നും രണ്ടഭിപ്രായം പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഷിർക്കിനെ പേടിച്ചുകൊണ്ട് ഇസ്തിഹാസ ഒഴിവാക്കുന്നതല്ല നല്ലത്? ഈ ചോദ്യം ഇതുപോലെ നമ്മുടെ പ്രതിയോഗികൾ പലപ്പോഴും ഉന്നയിക്കാറുള്ള ചോദ്യമാണ്. ഈ ലേഖന പരമ്പര സത്യധാരയിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിൽ ഇപ്പോൾ മന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം സമുദായ സ്നേഹി ഒരു ലെറ്റർ എഴുതി. ആ ലെറ്ററിൻ്റെ ഉള്ളടക്കം, ഒരു വഴിക്ക് പോയാൽ തേളും പാമ്പും പല പ്രശ്നങ്ങളുണ്ട് ഇന്ന് കേൾക്കുന്നുണ്ട്, മറ്റൊരു വഴിക്ക് പോയാൽ ഇതൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആ തേളും പാമ്പും മുള്ളൊക്കെ ഉള്ള വഴി ഒഴിവാക്കി ഈ വഴിക്ക് പോകാൻ ഏറ്റവും നല്ലത് എന്നൊരു സംശയം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ വിശദീകരിച്ച് ജനങ്ങൾക്കിടയിൽ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ, ഇത് ഒഴിവാക്കാൻ പ്രേരിപ്പിക്കല്ലേ നല്ലതെന്ന് ചോദിച്ചു. ഒരു വിവാദ ഉദ്ദേശം എഴുതിയതല്ല, ആത്മാർത്ഥമായിട്ട് എഴുതിയതാണെന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ അതേ ആശയമാണ് നമ്മുടെ സുഹൃത്ത് ചോദിച്ചത്. ഇതൊന്ന് അനുവദനീയം, മറ്റൊന്ന് ശിർക്ക് എന്ന് പറഞ്ഞാൽ അനുവദനീയം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ കാര്യം ഒരു വിവാദമായ പശ്ചാത്തലത്തിൽ അതോട് മാറ്റിവെച്ചാൽ പ്രശ്നം പരിഹരിക്കൂല എന്നാണ് ഒരു ന്യായമായ ചോദ്യമാണ്. അതേസമയം ഈ അനുവദിക്കപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ ഫലപ്രദവും പല ഘട്ടങ്ങളിലും അനിവാര്യമായി ഉപയോഗപ്പെടുത്തപ്പെടേണ്ടതുമായൊരു വിഷയമായതുകൊണ്ട് നമ്മൾ തെളിവിൻ്റെ പിൻബലത്തിൻ്റെ ഒരു പുൽക്കൊടി പോലുമില്ലാതെ അത് ശിർക്കാണെന്ന് ചില ആളുകൾ വളരെ വൈകിയ വേളയിൽ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ പേരിൽ നമ്മളത് ഒഴിവാക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഹൈറാത്ത് തടയപ്പെടും. അത് വലിയ പ്രശ്നമാണ്. ഒരുപാട് ഹൈറാത്ത് തടയപ്പെടുമെന്ന് ഞാൻ പറയുന്നത് ബോധപൂർവമാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ സ്നേഹപൂർവ്വം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇപ്പോൾ സുമ്മിൻ്റെ ഇജാസിയത്തുള്ള ഒരുപാട് മഹാന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സുമ്മ് എന്ന് പറഞ്ഞാൽ വിഷം. ഇപ്പോൾ അത്തരം ആളുകളൊക്കെ ഇപ്പോഴല്ലേ കുറ്റിയേറ്റുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മഹാനായ ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, റിഫായി ഷെയ്ഖിൻ്റെ പ്രത്യേകതയായിരുന്നു വിഷജീവികൾ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. യഥാർത്ഥ റിഫായി ത്വരീഖത്തിൻ്റെ മുരീദുമാരെ ഒരു പാമ്പ് കടിച്ചാൽ വിഷം ഏൽക്കൂല. മുജറബാണ് ഈ കാര്യം. യഥാർത്ഥത്തിൽ റിഫായി ത്വരീഖത്തിൻ്റെ വിറുദുകളും ദിക്റുകളും കൊണ്ടു നടക്കുന്ന ഒരാൾ, അവർക്ക് പ്രത്യേകമായി മന്ത്രിക്കാനുള്ള ഇജാസിയത്തുള്ള ആളുകൾ, ഒരാൾ വിഷമേറ്റ ഒരാൾക്ക് മന്ത്രിച്ച് വെള്ളം കൊടുത്താൽ, വിഷം ഉള്ളിലേക്ക് സംഭവിച്ച ആളെ പ്രശ്നമാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാനും കൊടുക്കും, കുറച്ച് വെള്ളം വിഷമേറ്റ സ്ഥലത്ത് കഴുകും ചെയ്യും. പുറത്താണെങ്കിൽ കഴുകുക മാത്രം ചെയ്യും. ഈ തരത്തിൽ അവർ മന്ത്രിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ മന്ത്രത്തിൽ ഇസ്തിഗാസ വളരെ പ്രകടമായുണ്ട്. ആ മന്ത്രവുമായി ബന്ധപ്പെട്ട ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം. യാ ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ റിഫായി ബിസിറിക്ക ഒബിസിറി ഇന്നി എന്ന് പറഞ്ഞിട്ട് അവരുടെ രഹസ്യത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞവരെ വിളിച്ച് സഹായിച്ചുകൊണ്ട് ഈ വിഷം ഇറങ്ങണേന്നാണ് പറയുന്നത്. ആ ഇസ്തിഗാസ ഫലപ്രദമാണെന്ന് മാത്രമല്ല, എത്രയോ നമ്മുടെ ജീവചരിത്രത്തിൽ തന്നെ ഇപ്പം അത്ര ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. വിഷം ഉണ്ടായി ചെന്നാൽ ആ വെള്ളം ഊതി മന്ത്രിച്ചിട്ട് കൊടുത്താൽ വിഷം ഇറങ്ങും. നമ്മൾക്ക് അനുഭവത്തിൽ അത്തരം കേസുകൾ ഉണ്ടായിട്ടില്ലേ? ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്താ അതിൻ്റെ രഹസ്യം? ഇസ്തിഗാസയുടെ ഫലമാണ്. മശായിഖുമാരുമായുള്ള കണക്ഷൻ, ആ ബന്ധത്തിൻ്റെ ഫല. ഈ തരത്തിലുള്ള ഒരുപാട് ഫലപ്രദമായ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസുമായി അഭേദ്യമായ ബന്ധമുള്ള ആളുകൾ ആ രീതിയിൽ അവിടെ പറഞ്ഞതുപോലെ ബഅദ സ്വലാത്തി സുന്നത്തെ അശറത്ത മിൻ റക്അ, ആ 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് 1000 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് പിന്നെ അള്ളാഹുവിനോട് അദ്ദേഹത്തെ മുൻനിർത്തി പ്രാർത്ഥിച്ച് ഫലപ്രദമായി ആ കാര്യം നടക്കുമെന്നുള്ളത് മുജറബ. ഈ തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരുപാട് സൽഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നതാണ് ഒരു പ്രധാന പ്രശ്നം. മറ്റൊരു പ്രശ്നം,
ഇതൊക്കെ അംഗീകരിച്ച നമ്മളിത് സംശയത്തിൻ്റെ പേരിൽ മാറ്റിവെച്ചാൽ ഇതൊക്കെ അംഗീകരിച്ച സ്വഹാബത്ത്, താബിഴികൾ, താബിഴികൾ ഉൾപ്പെടെയുള്ള 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനസമൂഹം മുഴുവൻ മുശ്രിക്കുകളാണെന്ന് തത്വത്തിൽ അംഗീകരിക്കേണ്ടി വരും. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരെ മുശ്രിക്കുകളായി മാറ്റി നിർത്തി ഒന്നുമല്ലാത്ത ഖുർആൻ സുന്നത്തിലും വിവരം വളരെ കുറഞ്ഞ ആധുനികവാദികൾ ഉന്നയിക്കുന്ന ചില സംശയങ്ങളുടെ പേരിൽ നമുക്കത് മാറ്റിവെക്കാൻ വളരെ പ്രയാസകരമാണ്. അത് ബുദ്ധിശൂന്യമാണെന്ന് സാന്ദർഭികം നിർത്തട്ടെ. നബിയനെ പറഞ്ഞല്ലോ, ദൗമായ ഒരു ബുക്ക് ഇലാമലായ ഒരു ബുക്കാണ്. സംശയമുള്ളതിനെ ഒഴിവാക്കി സംശയമില്ലാത്ത പിടിക്കണമെന്ന് നബി പറയുന്നത്. അപ്പോൾ പിന്നെ ഒഴിവാക്കാൻ തന്നെയല്ലേ നല്ലേ. അവിടെ പിന്നെ ഹയറുണ്ട് എന്നൊന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ, അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് വളരെ പ്രസക്തമായൊരു സംശയമാണ് തുടർന്ന് പറഞ്ഞത്. ദഅ്മ യുരീബുക ഇലാ മാ ലാ യുരീബുക. ഒരു കാര്യത്തിൽ നിനക്ക് സംശയം വന്നാൽ അത് ഒഴിവാക്കി സംശയമില്ലാത്ത എടുത്തോ. ഇപ്പം നമുക്കാർക്കും സംശയമല്ല. സുന്നത്ത് ജമാഅത്തിൽ അംഗീകരിക്കുന്ന ആളുകൾക്ക് ഇസ്തിഗാസ ജായിസുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. അങ്ങനെ ഒരാൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ പാടില്ല. ആ സംശയം ഉടനെ ദൂരീകരിച്ച് ഉറപ്പുവരുത്തി ചെയ്യാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. അതിലൂടെ ഒരു സംശയം കൂടി നിവാരണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് എൻ്റെ നാട്ടിൽ ഒരാൾക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടു. അപ്പോൾ എല്ലാവിധ ചികിത്സയും ചെയ്തു. ഈ ഇസ്തിഹാസയും തപസ്സുലും അതേപോലെ അസ്മാവും മന്ത്രവും ഉറുക്കൊക്കെ ചെയ്തു. അതേപോലെ പിഞ്ഞാണ് ഇതൊക്കെ എല്ലാ പരിപാടികളും ചെയ്തു. എന്നിട്ടൊന്നും സുഖമായില്ല. ലാസ്റ്റ് ഒരാൾ പറഞ്ഞു അദ്ദേഹത്തോട്, തൃശ്ശൂർ ഭാഗത്ത് ഒരു നാഗക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ദേവിക്ക് വേണ്ടി ഒരു നാഗത്തെ, ഒരു പാമ്പിനെ, ഒരു സ്വർണ്ണത്തെ ഇത്ര ഗ്രാം സ്വർണം എന്ന് പറഞ്ഞു, ഈ ഇത്ര സ്വർണം കൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കി കൊടുത്താൽ ആ അമ്പലത്തിൽ ദേവിക്ക് സമർപ്പിച്ചാൽ രോഗം സുഖമാകുമെന്ന്. എന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ ആ ദേവൻ അതേവർ ആത്യന്തികമായി ഗുണം ചെയ്യുന്നതെന്നോ അദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല. അദ്ദേഹം അത് ചെയ്തു. അതേപടി അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെട്ടു. അതായത് ഓരോ കാവിലും പിന്നെ ശൈത്താന്മാരെ കുടിയിരുത്തുകയാണ് ഇവർ. പിന്നെ ഈ ബിംബത്തിൻ്റെ മേലിൽ ശൈത്താനെ കുടിയിരുത്തിക്കൊണ്ടാണ് അവരുടെ പൂജാകർമ്മങ്ങളൊക്കെ അവർ നിർവഹിക്കാറ്. ഓരോ കാവും പിന്നെ ഉണ്ടാക്കുന്നത് ശൈത്താന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തിക്കൊണ്ടാണ് കാവുകൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തവസ്സുലും ഇസ്തിഹാസമൊക്കെ നടത്തുന്നത് സാലിഹീങ്ങളായ ശുഹദാക്കൾ അതേപോലെ അത്തരത്തിലുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ടാണ് എന്നാണ് മദ്രസയിലൊക്കെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ശൈത്താനിനോട് തവസ്സുൽ ഇസ്തിഹാസമൊക്കെ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം അവരും ഗുണം ചെയ്യുന്നുണ്ടല്ലോ, ശൈത്താനൊക്കെ ഗുണം ചെയ്യുമെന്ന് നേരത്തെ ഉസ്താദ് തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ശൈത്താനിനോട് ഈ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രോഗം മാറുക എന്നുള്ള ഇതുകൊണ്ട് ശിർക്കാകുമോ, അതല്ല ശിർക്കു അല്ലെങ്കിൽ ശരഈയായ വിധിയിൽ ഇസ്ലാം നിന്ന് പുറത്തു പോകാൻ വല്ല സാധ്യതയും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം ചോദിച്ചത് വളരെ മാരകമായൊരു പ്രശ്നമാണ്. അതായത് നമ്മുടെ രാജ്യത്ത് മുസ്ലിം സാധാരണക്കാർക്കിടയിൽ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റായൊരു പ്രവണത, അതായത് ഇന്ന ക്ഷേത്രത്തിക്ക് ഇന്നത് കൊടുത്താൽ നിങ്ങൾ രോഗം സുഖമാകുമെന്ന് പറയും. രോഗം ഇത് ഈ കേസിൽ സുഖായി എന്ന് പറഞ്ഞ് സുഖായി എന്ന് പറഞ്ഞു. അങ്ങനെ സുഖാവും ചെയ്യും, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ വിശ്വാസം വഴിപഴക്കാൻ ഈ മേഖലയിൽ വളരെ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞൊക്കെ സത്യമായിരിക്കാം, നമ്മളാളെ സംശയത്തോട് കാണാനല്ല. കാരണം ഹദീസിലുണ്ട് ഈ പൈശാചികമായ രോഗങ്ങൾ അത് സുഖപ്പെടുത്താനും സുഖപ്പെടുത്താതിരിക്കാന്ന് വെച്ചാൽ ആ രോഗം ഉണ്ടാക്കാനും ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കുണ്ട്? പിശാചിനുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾക്കൊരു പിശാചൊരു ഉപദ്രവം വരുത്തുകയാണെങ്കിൽ ആ ഉപദ്രവം ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ പിശാചിൻ്റെ ക്ഷേത്രത്തിക്ക് നേർന്നാൽ യാ അല്ലാ തൽക്കാലം കുട്ടികൾക്ക് ബോധ്യപ്പെട്ട പിശാച് പിൻവാങ്ങി രോഗം സുഖമാകാം. ഞാനിത് വെറുതെ നിഗമനം പറയുന്നതല്ല. അബൂദാവൂദ് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അൻ സൈനബ റളിയല്ലാഹു അൻഹ, സൈനബ ബീവിയെ തൊട്ട് റിവായത്ത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബിയുടെ പത്നിയാണ് അവർ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ അവിടെ റഅ ഹൈത്തൻ ഫി ഉനുഖി, എൻ്റെ കഴുത്തിലുണ്ട് മന്ത്രിച്ചൂതി കെട്ടിയൊരു നൂല്. അബ്ദുള്ള ചോദിച്ചു, എവിടുന്നടി ഈ നൂല് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹൈത്തുർ റുഖിയലി ഫീഹി, മന്ത്രിച്ചൂതി കെട്ടിയ നൂലാണ് പറഞ്ഞു. ഫഅഖദഹു വഖതഅഹു ഫഖാല അൻതും ആലു അബ്ദുള്ള ലഅഗ്രിക. അദ്ദേഹം ആ നൂല് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എന്താടി നീയൊക്കെ വിചാരിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് അബ്ദുല്ലാഹി മസൂദിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്, നിങ്ങൾ ഷിർക്കിൽ നിന്ന് മുക്തരാവുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ ശക്തമായി അപലപിച്ചു. ഈ സമയത്ത് ആ സഹോദരി പറഞ്ഞു, അത് എതിർക്കാൻ കാരണം എൻ്റെ കണ്ണിന് പ്രത്യേക രോഗം ഉണ്ടാകും, കണ്ണിങ്ങനെ തുള്ളു, നിൽക്കാതെ തുള്ളു. ഞാൻ അയൽക്കാരനായ ആ ജൂതൻ്റെ വീട്ടിൽ പോയി, ജൂതൻ ആ നൂല് മന്ത്രിച്ചെടുത്ത് തന്നാൽ കെട്ടിയാൽ മതി, അപ്പം നിൽക്കും ചെയ്യും. നിങ്ങളിത് കാണാത്ത കാലം കുറേ കാലം ഇത് കെട്ടാൻ തുടങ്ങുന്നു പറഞ്ഞു. അപ്പം മഹാനായ അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു അൻഹു അവരുടെ ആ സംശയം ചോദ്യം ചെയ്തില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞില്ല. അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിശാചുണ്ടാക്കുന്ന രോഗങ്ങൾ അങ്ങനെ തന്നെയാണ്,
പക്ഷെ അതിന് പകരം നിനക്ക് ഇങ്ങനെയും ചെയ്യാമായിരുന്നു, ഉന്നമാക്കാന യക്ഫീക്കി, നിനക്ക് മതിയാകുമായിരുന്നു, ഇസ്ലാമിൽ അംഗീകൃതപ്പെട്ട ഇന്ന മന്ത്രം ചൊല്ലിയാൽ മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത സംഭവം സ്വഹീഹായ ഹദീസിൽ കാണാം. നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിശാചിന് മനുഷ്യന് ദോഷം വരുത്തി വെക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അനുമതിക്ക് വിധേയമായ എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം തീർച്ച. ആ പിശാചിന് രോഗമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ പിശാചിനെ പ്രീതിപ്പെടുത്തിയാൽ പിശാചിൽ നിന്നായി പിൻവാങ്ങാനും ആ രോഗം സുഖമാകാനും ഇടയുമുണ്ട്. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അനുഭവം ശരിയായിരിക്കാം, എന്നാൽ പോലും പിശാചുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നേർച്ച നേരൽ, ായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങളോടോ അല്ലെങ്കിൽ പിശാചുകളോടോ നമ്മൾ സഹായം ചോദിക്കൽ, അത് അമുസ്ലിങ്ങളുടെ ആചാരമായതുകൊണ്ട് അങ്ങനെ ഒരാൾ ചെയ്താൽ അയാളെ മുശ്രിക്കായി കാഫിറായി ഗണിക്കപ്പെടും. ഇസ്ലാമിൻ്റെ മസലയാണ് ഈ പറയുന്നത്. ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പറഞ്ഞ എളുപ്പമുള്ള ഉദാഹരണം പറയാം. ഗുരുവായൂരപ്പൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ നമ്മൾ വിശ്വാസം. പക്ഷെ എന്നാലും അവിടെ പോയങ്ങനെ സുഖാകുന്നുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി തന്നെ ആയിരിക്കോട്ടെ എന്ന വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ഗുരുവായൂരപ്പനോട് സഹായം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് നേർച്ച നേർന്നാൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് നിവേദ്യം അർപ്പിച്ചാൽ ആ അർപ്പിച്ച ആൾ മുശ്രിക്കായി കണക്കാക്കപ്പെടും. എന്തുകൊണ്ട്? കാഫിറുകൾ ദൈവമായി കണക്കാക്കുന്ന, കാഫിറുകൾ ദൈവങ്ങൾക്കുള്ള പൂജാകേന്ദ്രമായി കണക്കാക്കുന്ന ആ ദൈവത്തോടുള്ള സഹായാർത്ഥനയും ആ ദൈവത്തിൻ്റെ കേന്ദ്രത്തിലേക്കുള്ള നേർച്ചയുമായതുകൊണ്ട് നമ്മൾ ആ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നവരാണെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് മുശ്രിക്കായിട്ട് ഗണിക്കപ്പെടുന്നത്. എന്നാൽ ബൈ ചാൻസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം വിചാരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അങ്ങേയറ്റത്തെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം, ഈ ദൈവങ്ങൾക്കൊന്നും കഴിയില്ല, ഈ പിശാചുകൾക്കൊന്നും സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ച് കൊണ്ടാണ് നമ്മൾ ഈ നേർച്ച നേർന്നതെങ്കിലോ, എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യക്ഷത്തിൽ, കാരണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് കണ്ടത്, ആ ലാഹിർ അനുസരിച്ച് അയാളെ കാഫിറായി മുശ്രിക്കായി ഗണിക്കുമെങ്കിലും ഹത്താ ലൗ ഉലിമ, അറിയപ്പെട്ടാൽ അന്നഹു ലം യസ്ജുദ് ലഹാ, ആ വിഗ്രഹത്തിനോ അവൻ സുജൂദ് ചെയ്തതോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതോ, വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, യഥാർത്ഥ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നേർച്ച നേർന്നത്, അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്, അങ്ങനെ തന്നെയാണ് സുജൂദ് ചെയ്തത് എന്ന് അറിയപ്പെട്ടാൽ ലം യുഹ്കം ബി കുഫ്രിഹി, അവൻ കാഫിറാണെന്ന്, അവൻ മുശ്രിക്കാണെന്ന് കണക്കാക്കപ്പെടുകയില്ല. ഫീമാ ബൈനഹു വ ബൈനല്ലാഹി തആല, അല്ലാഹുവിൻ്റെ അവൻ്റെ ഇടയിൽ സ്വകാര്യ ജീവിതം. പ്രത്യക്ഷത്തിൽ നമ്മൾ കാഫിർ ചെയ്യുന്ന ആരാധനാകർമ്മം നടത്തിയത് കൊണ്ട് കാഫിറായി കണക്കാക്കും, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നിർത്തും. ഉള്ളിൽ അവന് വിശ്വാസം ഉണ്ടോ ഇല്ലേ അത് അള്ളി അവനും തമ്മിലായിക്കോളും, അത് നമ്മൾ കണക്കാക്കൂല. ഉള്ളിൽ ആൾ കാഫിറാന്ന് വിധി എഴുതപ്പെടാൻ പാടില്ല. ഇതാണ് മസ്അല. ഇത് ആ വിധത്തിൽ തന്നെ വളരെ വ്യക്തമായി സമാനമായ രണ്ട് മസ്അലകൾ നമ്മുടെ ആധികാരികമായ ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ വളരെ വ്യക്തമായി, ഫത്ഹുൽ ബാരി തുഹ്ഫയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന റഹ്മ സുജൂദി നഹ്മി ശംസി, സൂര്യൻ പോലത്തെ വസ്തുവിന് സുജൂദ് ചെയ്യൽ. കാരണം സൂര്യന് മറ്റ് മതസ്ഥർ പൂജിക്കുന്ന വസ്തുവാണ്. മിൻ മുസദ്ദിഖിൻ ബിമാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള കൊണ്ടുവന്നതൊക്കെ സ്ഥിരീകരിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിം തന്നെ സുജൂദ് ചെയ്താലും കഫറ, ആൾ കാഫിറാണ്, ഇജ്മാൻ ഏകകണ്ഠം. സുമ്മ വജ്ഹു കൗനിഹി കുഫ്റൻ, അതെങ്ങനെ കാഫിറാക? ബി അന്നഹു യദുല്ലു, ഉള്ളിൽ വിശ്വാസം ഉണ്ടല്ലോ, അതിന് മറുപടി പറയാ, ബി അന്നഹു യദുല്ലു അലാ അദമി തസ്ദീഖി ലാഹിറൻ, പ്രത്യക്ഷത്തിൽ അവന് വിശ്വാസമില്ല എന്ന പേരിൽ അറിയിക്കുന്നുണ്ട്. വനഹു നഹ്കു ബില്ലാഹി, നമ്മൾ പ്രത്യക്ഷമായ രീതി അനുസരിച്ചാണ് മതവിധി പറയുക, ഓരോ ഉള്ളോക്കിയിട്ടല്ല. പുറത്ത് കാഫറുകൾ ചെയ്യുന്ന ആരാധനയാണ് അവന് കണ്ടത്, അതുകൊണ്ട് കാഫറായി മുശ്രിക്കായി ഗണിക്കപ്പെടും. ഹത്താ ലൗ ഉലിമ അന്നഹു ലം യസ്ജുദ് ലഹാ അലാ സബീലി തഅലീം, വിഗ്രഹത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടോ വഅതിഖാദുൽ ഉലൂഹിയത്തി, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ഉലൂഹിയത്ത് കൽപ്പിച്ചുകൊണ്ടോ അല്ല സുജൂദ് ചെയ്തതെന്നാൽ അറിയപ്പെട്ടാൽ, ബൽ സഗദ ലഹാ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഈ ഉറച്ച ഈമാനുമായിട്ടാണ് സുജൂദ് ചെയ്തത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ ലം യുഹ്കം ബി കുഫ്രി, അവൻ കാഫിറാണെന്ന് വിധി എഴുതപ്പെടില്ല. ഫീമാ ബൈനഹു വ ബൈനല്ലാഹി തആല, അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിൽ വൈൻ ഉജ്രി അലൈഹി ഹുക്കുമുൽ കുഫ്രി ഫിൽ ലാഹിർ, പ്രത്യക്ഷത്തിൽ കുഫറിന്റെ വിധിയാണ് നാം നടപ്പാക്കുക എങ്കിലും. തുഹ്ഫ 992. ഞാൻ സുഹൈബ്, സ്കൂൾ വിദ്യാർത്ഥിയാണ്. എൻ്റെ കയ്യിലുള്ളത് മുജാഹിദ് പണ്ഡിതനായ എ അബ്ദുസ്സലാം സ്വലം എഴുതിയ തൗഹീദ് ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഉസ്താദ് നേരത്തെ ഓതിയ ലാ യസ്മഉക്കും വലൗ സമിഉ മസ്തജാബു ലക്കും
വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ദആഇന് അർത്ഥം നൽകുന്നത് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുസ്സലാം വസ്ലം എഴുതുന്നത്, അതിൻ്റെ അർത്ഥം, അതായത് വിഫൽ ഘട്ടങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല എന്ന് ഖുർത്തുബി 6:5418. ഇവിടെ പ്രവാചകന്മാരും മലക്കുകളും ഉദ്ദേശിക്കപ്പെടുമെന്ന് നാം വിവരിക്കുകയുണ്ടായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് ഖുർത്തുബി ജമൽ എന്നാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ഉസ്താദ് നേരത്തെ പറഞ്ഞത് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഉദ്ദേശിക്കുന്നത് ബിംബങ്ങളും മറ്റുമാണെന്നാണ് വിശദീകരണം ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചോദിച്ചത് ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. നിങ്ങൾ അവരോട് സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ അവരെ വിളിച്ചാൽ അവർ നിങ്ങളെ വിളി കേൾക്കില്ല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യില്ല, നാളെ ഖിയാമത്ത് നാളിൽ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് വിഗ്രഹങ്ങളാണ്, ബിംബങ്ങളാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഖുർത്തുബിയുടെ വ്യാഖ്യാനത്തിൽ ഐ ഇൻ തസ്തഗീസു ബിഹിം ബിൻ നവായിബി, വിപൽ ഘട്ടങ്ങളിൽ നിങ്ങൾ അവരോട് സഹായം ചോദിച്ചാൽ ആ സഹായാർത്ഥന അവർ കേൾക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ അനുബന്ധം എവിടെയാണ് സുഹൃത്ത്? തുടർന്ന് മലക്കളും അതിൽ പെടും, ഈ ഗണത്തിൽ പെടും എന്ന് പറഞ്ഞിട്ട് വിഗ്രഹങ്ങൾ മാത്രമല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ ആയത്തിൻ്റെ പരിധിയിൽ മലക്കുകളും മനുഷ്യരും അതുപോലുള്ള മഹാത്മാക്കളും ഉൾക്കൊള്ളും എന്ന് തന്നെ തുടർന്ന് ഖുർആൻ തഫ്സീറിൻ്റെ ഉദ്ധരണിയിൽ തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. വളരെ ശരിയാണ്. ഈ ആയത്തിൻ്റെ എല്ലാ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ വിഗ്രഹങ്ങൾ, ഔസാൻ, അസ്നാം, അതുകൊണ്ട് അവർ കാണൂല കേൾക്കൂല, കാരണം നിർജ്ജീവ വസ്തുക്കളായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തഫ്സീർ ഖുർത്തുബിയിലും തഫ്സീർ റാസിയിലുമൊക്കെ രണ്ടാമത്തെ അർത്ഥമായിട്ട് വഖദ് യജൂസു ചിലപ്പോൾ ഉദ്ദേശിക്കപ്പെടാം. വഖദ് യജൂസു എന്നാണ് ചിലപ്പോൾ എന്നാ. അതേസമയം ഈ പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതൻ അബ്ദുസ്സലാം സുല്ലമി ഇബാറത്തുകൾ കൃത്രിമം കാണിക്കുന്നതിൽ വളരെ വിദഗ്ധനാണ്. ഒരു ലജ്ജയില്ല. ഒരു കാര്യം ഉദ്ധരിക്കുന്ന സമയത്ത് വസ്തുനിഷ്ഠമായി ഉദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്നതിന് പകരം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തും വാചകങ്ങളുടെയും പദങ്ങളുടെയും അർത്ഥവും വെട്ടിമാറ്റിയും വിശദീകരിക്കുന്നതിൽ വിദഗ്ധനാണ് ഇദ്ദേഹം. ഇവിടെ വഖദ് യജൂസു എന്ന പദത്തിന് അർത്ഥം ഈ പുസ്തകത്തിൽ കൊടുത്തത്, അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇവിടെ അറബി ഭാഷ അറിയുന്ന പണ്ഡിത സുഹൃത്തുക്കൾക്കറിയാം. ചിലപ്പോൾ ഉദ്ദേശിക്കപ്പെടാം. വഖദ് യജൂസു അൻ യുറാദ, ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഉദ്ദേശിക്കപ്പെടാം. അതിനർത്ഥം അങ്ങനെ. കാരണം യഥാർത്ഥ അർത്ഥം വിഗ്രഹങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ ബിംബങ്ങൾ എന്നാണ്. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയും ഉദ്ദേശിക്കപ്പെടാം. ഈ വഖദ് യജൂസു എന്നതിന് അദ്ദേഹം അർത്ഥം കൊടുത്തത് തീർച്ചയായും ഉദ്ദേശിക്കപ്പെടാം. ഒരു ഭാഗം പറഞ്ഞാൽ നിർത്തിയിട്ടില്ല. അത് പറഞ്ഞിട്ട് ഉടനെ തഫ്സീറിൽ അടുത്ത ഭാഗം ഉദ്ധരിക്കുന്നത് ഇല്ല അൻഹു ഗുല്ലിബ ഗൈറുൽ ഔസാൻ അൽ ഔസാൻ. അങ്ങനെ മഹാന്മാരെ കൂടി ഗണത്തിൽ കൂട്ടുകയാണെങ്കിൽ അവിടെ മഹാത്മാക്കളായ ആളുകളെ മാറ്റി നിർത്തപ്പെട്ടു എന്ന് ഗണിക്കണം. കാരണം ബഹുഭൂരിപക്ഷവും ഇവർ പൂജിക്കുന്ന വസ്തുക്കൾ വിഗ്രഹങ്ങളായതുകൊണ്ട് കാണില്ല കേൾക്കില്ല എന്ന തരത്തിലുള്ള വിശേഷണങ്ങൾ, ഖുർആനിലെ പരാമർശങ്ങൾ ഗൈറുൽ ഔസാൻ മഹാത്മാക്കൾ ഒഴികെയുള്ള ആളുകൾക്ക് മാത്രം ബാധകമാണ് എന്ന് വെക്കണമെന്ന് തഫ്സീർ റാസി 28-ാം വാല്യം 6-ാം പേജിൽ ഇതേ തഫ്സീർ കൊടുത്തുകൊണ്ട് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, തഫ്സീർ റാസി 28-ാം വാല്യം 6-ാം പേജ് ഇതേ തഫ്സീർ കൊടുത്തുകൊണ്ട് ആ ഭാഗം മാത്രമാണ് ഇവിടെ ഉദ്ധരിച്ചത്. തുടർന്ന് പറയുന്നുണ്ട് ഇല്ലാന്നഹു ഗുല്ലിബ ഗൈറുൽ ഔസാൻ അൽ ഔസാൻ, മഹാത്മാക്കളെ മാറ്റി നിർത്തി കാണില്ല കേൾക്കില്ല എന്ന ഗുണങ്ങൾ വിഗ്രഹങ്ങൾക്ക് മാത്രം ബാധകമാണെന്ന് വെക്കണം എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ആ ഭാഗം അബ്ദുസ്സലാം സുല്ലമി ഈ പുസ്തകത്തിൽ മറച്ചു വച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എങ്ങനെ കേൾക്കൂല കാണൂല എന്ന് പറയാ? മഹാത്മാക്കൾ ഇരിക്കട്ടെ, ഒരു ശരാശരി മയ്യിത്ത് ഖബറിൽ വെച്ചാൽ ആ മയ്യിത്ത് പോലും പുറത്ത് നടക്കുന്ന കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സുൽദാസിനെ പഠിപ്പിക്കുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരി, മുജാഹിദ് പ്രസ്ഥാനം ഈ നിമിഷം വരെ ഈ പറഞ്ഞ സലാം സുല്ലമി പോലും പ്രത്യക്ഷത്തിൽ ബുഖാരിയിൽ തകരാറുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായത്തിൻ്റെ തലവാചകം ബാബുൻ ഇന്നൽ മയ്യിത്ത യസ്മഉ ഖഫ്ഖൻ നിആൽ. ഒരു ശരാശരി മയ്യിത്ത്, ആ മയ്യിത്തിനെ ഖബറടക്കി തിരിച്ചു പോകുന്ന ആളുകൾ തിരിച്ചു പോകുമ്പോൾ
അവരുടെ കാലടിയുടെ ശബ്ദം ടെക് ടെക് എന്ന ശബ്ദം ഖബറിലേക്ക് കേൾക്കുമെന്ന് പഠിപ്പിക്കുന്ന അധ്യായം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക അധ്യായം കൊടുത്ത് അതിന് വ്യക്തമായ ഹദീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഖബറിൽ കിടക്കുന്ന മയ്യത്ത്, ഖബറിൽ നിന്ന് തിരിച്ചു പോകുന്ന, ഖബറടയ്ക്ക് തിരിച്ചു പോകുന്ന ആളുകൾ പോകുന്ന സംസാരം മാത്രമല്ല, നിലത്തിലൂടെ നമ്മൾ പതുക്കെ പതുക്കെ ചവിട്ടി പോകുമ്പോൾ ആ ശബ്ദം പോലും ഖബറിലേക്ക് മയ്യത്ത് കേൾക്കുമെന്ന് വളരെ വ്യക്തമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മയ്യത്തിനെ കുറിച്ച് പറയുന്ന കാര്യം സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുമ്പോൾ, മഹാത്മാക്കളെ കുറിച്ചാണെങ്കിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വളരെ സ്വഹീഹ ഹദീസ് മുജാഹിദിന്റെ പാഠപുസ്തകത്തിൽ കൊടുത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ആ തരത്തിലുള്ള ഹദീസ് വളരെ വ്യക്തമായി പറയുന്നത്, ലോകത്ത് ആര് എവിടെ എപ്പോൾ നബി തങ്ങൾക്ക് പ്രാർത്ഥിച്ചാലും സലാം ചൊല്ലിയാലും ആ പ്രാർത്ഥനയ്ക്ക് നബി തങ്ങൾ കാണും കേൾക്കുമെന്നാണ്. പിന്നെ എങ്ങനെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കുക? ആ ഭാഗമൊക്കെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഫത്ഹുർ റബ്ബാനി എന്ന കിതാബിൽ ഇങ്ങനെ പറയുന്നു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കമ്മില. നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും? നിന്റെ ഹൃദയത്തിൽ എത്രയോ ഇലാഹുകളുണ്ട്. ഇത് ഇസ്തിഗാസ പാടില്ല എന്നതിന് തെളിവല്ലേ? അത് ഇസ്തിഗാസ പാടില്ല എന്നല്ല എങ്ങനെ തെളിവാകുക? നിന്റെ കൽബിൽ കുറേ ഇലാഹ് ഉണ്ടെങ്കിൽ നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുള്ളത്? കുറേ ആൾക്കാരെ വിളിക്കുന്നുണ്ടല്ലോ അവരെ. അതായത് അദ്ദേഹം വല്ല മുജാഹിദ് പ്രസംഗവും കേട്ടതായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫത്ഹുർ റബ്ബാനി അതുപോലെ ഫുതൂഹുൽ ഗൈബ് തുടങ്ങിയ ഈ തസവുഫിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുന്ന ഗ്രന്ഥത്തിൽ അവർ ആത്മീയമായി വളരെ ഔന്നത്യം പ്രാപിച്ച ആളുകളെ ചർച്ചയാണ് അവിടെ. അത്തരം ചർച്ചയിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടിനെ ആശ്രയിക്കാൻ പാടില്ല എന്ന് വിശദമായി ചർച്ച ചെയ്യുന്ന കുറേ പരാമർശങ്ങളുണ്ട്. അള്ളാഹു മാത്രം, അള്ളാഹു അല്ലാത്ത ഒന്നും വേണ്ട, അള്ളാഹിനോട് തന്നെ ചോദിക്കേണ്ട. അപ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന മുജാഹിദും ജമാഅത്തൊക്കെ പറഞ്ഞു വേറെ ആരോടും സഹായം ചോദിക്കാൻ പാടില്ല. എന്നാൽ അള്ളാഹിനോട് തന്നെ ചോദിക്കേണ്ട എന്നുള്ള ലെവലിലുള്ള ആൾക്കാരുണ്ട് മഹാത്മാക്കൾ. ഏതുപോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തഫ്സീർ റാസിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ട സന്ദർഭം വളരെ പ്രതിസന്ധി ഘട്ടമാണ്, നിർണായക ഘട്ടമാണ്. ലോകമൊക്കെ ആശങ്കയോടുകൂടി മലക്കുകളും ജിന്നുകളും അമ്പിയാക്കളും ഔലിയാക്കളും ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആത്മീയ ലോകത്തൊക്കെ ചർച്ചാ വിഷയ പടച്ചറബെ പ്രവാചകനായ ഒരു മഹാനായ ഖലീലുല്ലാഹി തൗഹീദ് പറഞ്ഞതിന് പേരിൽ ആ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് അഗ്നികുണ്ഡത്തിലേക്ക് എടുത്തെറിയപ്പെടുക. ഈ എടുത്തെറിയപ്പെടുന്ന പശ്ചാത്തലത്തിൽ മഹാനായ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, അല്ല ഹൽ മിൻ മുസാഅദ, വല്ല സഹായം വേണോ ചോദിച്ചു. അമ്മ ഇലൈക ഫല, നിങ്ങളെ സഹായം വേണ്ട. കാരണം ആ ഉയർന്ന പദവിയാ, ജിബ്രീലിനോട് ഇടപെടാൻ സാധിക്കും. ജിബ്രീല പറയുന്ന പ്രവാചകനോട് സഹായം വേണോ? നിന്റെ സഹായം, നിങ്ങളെ സഹായം വേണ്ട. എന്നാ ഫസൽ റബ്ബക്ക, റബ്ബിനോട് ചോദിച്ചോളൂ, പ്രശ്നഘട്ടാണ്, ജീവൻ കളയണ്ടായിരുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഇൽമുഹു ബിഹാലി യക്ഫീനി മിൻ സുആലി. റബ്ബിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല, റബ്ബിൻ്റെ അവസ്ഥ അറിയലോ, അതും അതിൻ്റെ ചോദ്യത്തിന് പകരം. ഇതാ ഉയർന്ന തട്ടിലുള്ള ആളുകൾ, അള്ളാഹു അല്ലാതെ മറ്റൊന്നും മനസ്സിലില്ലാത്ത, അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, അള്ളാഹുവിനോട് പോലും സഹായമർത്ഥിക്കുന്ന പോലും അദബുകേടായി കണക്കാക്കുന്ന, എല്ലാം അള്ളാഹു നേരിട്ട് കൈകാര്യം ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്ന, ലൗ തവക്കൽതും ഹഖ്ക തവക്കുലിഹി, യഥാർത്ഥ തവക്കുൽ, ഹദീസിൽ പറഞ്ഞ തവക്കുൽ അള്ളാഹുൽ അർപ്പിച്ച ആളുകൾ, അത്തരം ആളുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഈ പറഞ്ഞ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കുറേ പരാമർശങ്ങൾ. ആ മുജാഹിദ് എപ്പോഴും ആ തസവുഫിൻ്റെ ചില പരാമർശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. അദ്ദേഹം പറഞ്ഞ പോലുള്ള ഒരു പരാമർശം, ഫലാ തശ്കുവന്ന ഫി ഹാലത്തിൽ ബാലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ല. അള്ളാന്റെ പടപ്പുകളോട് ഒരിക്കലും നീ സഹായം ചോദിക്കരുത്, അവരാത് ബോധിപ്പിക്കരുത്. വലാ തത്തഹിമന്ന റബ്ബക ഫീ ബാത്തിനിക, പടച്ചോനെ കുറിച്ച് തെറ്റിദ്ധാരണ വേണ്ട. വലാ തശുക്കന്ന ഫീ ഹിക്മതി വഖ്തരിൽ അസ്ലഹ ലക, ആരോടെങ്കിലും നീ പരാതി ബോധിപ്പിച്ചാൽ ഫദാലിക ഇശ്റാഖും മിൻക, അത് ശിർക്കാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പരാമർശത്തിൽ നിന്റെ കൽബിൽ എത്രയോ വിഗ്രഹങ്ങളെ പ്രതീക്ഷിച്ചിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ അർത്ഥമല്ല. അതിൻ്റെ അർത്ഥം വിശദമായി അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹനെ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല, സൃഷ്ടികളോട് പല കാര്യം നീ ചോദിക്കുക. അത് ജീവിച്ചിരിക്കണോലോ മരിച്ചിരിക്കണോലോ എന്നൊന്നുമില്ല, ജിബ്രീലവിടെ ജീവിച്ചിരിക്കുന്ന ആളാ. അപ്പം ആരോടും സഹായം ചോദിക്കാതെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചു പോയവരോ ഡോക്ടർമാരോ മറ്റ് ധനികന്മാരോ ഒരു തരത്തിലുള്ള സഹായവും ആരോടും ചോദിക്കാതെ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുക എന്ന രീതി തസവുഫിൻ്റെ ലോകത്ത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ആ മഹാത്മാക്കളോടുള്ള സഹായം മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരോടും ഡോക്ടർമാരോടും മറ്റുമൊക്കെ ഉള്ള സഹായാർത്ഥനകൾ മാറ്റിവെച്ച് അള്ളാഹ് മാത്രം മതി എന്ന ചിന്ത സമർപ്പിക്കുന്ന
തസവുഫിൻ്റെ ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് അള്ളാഹിനോട് മാത്രമേ ആരാധന ബോധിപ്പിക്കാൻ പാടുള്ളൂ, സൃഷ്ടികളോട് പാടില്ല എന്ന് പറഞ്ഞത് ഇത് മഹാത്മാക്കളാണ് അർത്ഥം വെച്ചിട്ട് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. അതിലൊരു ഭാഗം സാന്ദർഭികമായി എവിടെയോ കേട്ടതായിരിക്കും സുഹൃത്ത് ഇവിടെ ഉദ്ധരിച്ചതാണ്. യഥാർത്ഥത്തിൽ അതേ കിതാബുകൾ സമാനമായ ഒരുപാട് പരാമർശമുണ്ട്. ഏഴം നീ അറിയുക അന്ന മഹബത്ത ഗൈരില്ലാഹി ശിർക്കുൻ. എന്താ അർത്ഥം? അല്ലല്ലാത്ത ആരെ സ്നേഹിക്കലും എന്താണ്? ഷിർക്കാണ്. കാരണം ആ പദവിയിൽപ്പെട്ട ആൾക്കാർക്ക് സ്നേഹം ആരോട് മാത്രമേ ഉണ്ടാവുള്ളൂ? യഥാർത്ഥ സ്നേഹം അള്ളാഹിനോട് മറ്റൊന്നും അവർക്കല്ല. ഭാര്യനെ സ്നേഹിക്കാൻ പറ്റൂലേ? മാതാപിതാക്കളെ സ്നേഹിക്കാൻ ഷിർക്കാവോ? ഷിർക്കാവൂല. അപ്പം അത് ആ തസവുഫിൻ്റെ മേഖലയിലുള്ള ചർച്ച മാത്രമല്ല, ആ അതേ കിതാബിൽ പറയുന്ന മറ്റൊരു പരാമർശം അശത്തുൽ ഉഖൂബാത്തി ത്വലബു മാ ലാ യുഖ്സം. അള്ളാഹ് നമുക്ക് കണക്കാക്കാത്ത കാര്യം ചോദിക്കുക ഏറ്റവും വലിയ തെറ്റ്. കാരണം അള്ളാഹ് നമുക്ക് കണക്കാക്കാത്ത കാര്യം ചോദിച്ചിട്ട് കാര്യം കിട്ടുമോ? നേരത്തെ അള്ളാഹ് കണക്കാക്കണ്ടേ? കാര്യമില്ല. ഇനി വൈൻകാന മഖ്സൂമൻ, ഇനി അള്ളാഹ് നമുക്ക് കണക്കാക്കി നോക്കുക. എന്നാ ഫഫിൽ ഇഷ്തിഗാലി ബിഹാ ശറഹും വൈറസുൻ വശിർക്കുൻ. എന്നാ പിന്നെ അള്ളാഹ് ഏതാനും തരാൻ നിൽക്കുന്ന കാര്യമാണ്. അത് ചോദിക്കാറ് എന്താണ്? അത്യാഗ്രഹ, ആർത്തിയ, ഷിർക്ക. വളരെ വ്യക്തമായി ഫുതൂഹുൽ ഗൈബിൽ മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വിശദീകരിച്ച സത്യം. അപ്പോൾ ആത്മീയ ലോകത്ത് ഔന്നത്യം പ്രാപിച്ച തസവുഫിൻ്റെ മേഖലയിലുള്ള ആളുകളുടെ ഒരു തരം ചർച്ചയാണ്. ആ ചർച്ച അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ശരിയാണ്. പക്ഷേ നമ്മുടെ സാധാരണഗതിയിൽ മഹാത്മാക്കളുടെ സഹായത്തിന് നടത്തുന്നതിനെ കുറിച്ചല്ല ഈ പരാമർശമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. നൂഹ് നബിയുടെ സംഭവം ഖുർആനിൽ വിശദീകരിക്കുന്നു. ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതേപോലെ വൈദാ ഗശിയഹും മൗജുൻ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതേപോലെ വൈദാ മസ്സകുമുൽ ദുർറു ഫിൽ ബഹരി ലല്ല മൻ തദഊന ഇല്ലാ ഇയ്യാഹു. പിന്നെ ഈ വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ എന്നുള്ളതിന് തെളിവ് വല്ലതുമുണ്ടോ? അതായത് പിന്നെ വസ്തഗാസ ബിഹി നൂഹ് എന്ന സംഭവത്തിന് മൗലിദിൽ പറയുന്ന നൂഹ് നബി അലൈഹി ഇസ്ലാം ഇസ്തിഗാസ ചെയ്തു പറയുന്ന സംഭവത്തിൽ ചരിത്രത്തിൻ്റെ എന്തെങ്കിലും പിൻബലമുണ്ടോ എന്നുള്ളതാണ്. ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രമുഖ പണ്ഡിതനായ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മൗലിദിൽ അറൂസ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു. വബിഹി തവസ്സല നൂഹുൻ ഫീ തൂഫാനിഹി ഫഉജീബ ഹീന തഗാ അലൈഹിൽ മാഉ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം ആ പ്രളയ കാലഘട്ടത്തിൽ തവസ്സുൽ ചെയ്തു എന്നാണ് പദപ്രയോഗം. തവസ്സുൽ എന്നും ഇസ്തിഗാസ ഫലത്തിൽ രണ്ടും ഒന്നാണ്. തവസ്സുൽ ചെയ്തു. ഫഉജീബ ഹീന തഗാ അലൈഹിൽ മാഉ. വെള്ളം പ്രളയത്തിൽ അതിക്രമിച്ച് കടന്ന സമയത്ത് ഈ തവസ്സുൽ ചെയ്ത കാരണത്താൽ അല്ലെങ്കിൽ ഇസ്തിഗാസ ചെയ്ത കാരണത്താൽ അദ്ദേഹത്തിന് ഉത്തരം കിട്ടി, ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഇമാം ഇബ്നുൽ ജൗസി മൗലിദ് അറൂസ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് അൽ ബുന്യാനുൽ മർസൂസ് ഫി ഷറഹി മൗലിദിൽ മങ്കൂസ് പേജ് നമ്പർ 54 രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികം ശരിയാണ്, മങ്കൂസ് മൗലിദിലാണ് പരാമർശം. 100 പ്രാവശ്യം യാ മുഹിയദ്ദീൻ എന്ന് വിളിക്കുന്നതിലും ഏറ്റവും നല്ലത് 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിക്കുന്നതല്ലേ? ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. കാരണം ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ളേ. അത് 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിക്കലല്ലേ 1000 വട്ടം മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലത്. ഖുതുബിയത്തിൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നുണ്ടല്ലോ. ആ ചോദ്യത്തിനൊക്കെ നമ്മൾ വിശദമായൊരു മറുപടി പറയുന്നതിന് പകരം നമ്മൾ 1000 മണിക്കൂർ ഖുർആൻ ഓതലല്ലേ 1000 വട്ടം സ്വലാത്തുകളിനേക്കാളും പുണ്യം അല്ലേ? ശരിക്കും ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഖുർആൻ പാരായണം. സ്വലാത്ത് ചെല്ലലോ? ഖുർആൻ അത്ര പ്രാധാന്യം സ്വലാത്തിനുണ്ടോ? ദിക്റിന് അത്ര പ്രാധാന്യമുണ്ടോ? ഇന്ന് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നില്ലേ? ഇന്ന് നമ്മൾ ദിക്ർ ചെല്ലുന്നില്ലേ? ഇന്ന് നമ്മൾ ഖുർആൻ ചെല്ലുന്നില്ലേ? അപ്പോൾ സ്ഥലകാല സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസൃതമായി മഹാത്മാക്കളെ വിളിക്കും വേണ്ടി വരും, ദിക്ർ ചൊല്ലും വേണ്ടി വരും, ഖുർആൻ പാരായണം ചെയ്യും വേണ്ടി വരും, എല്ലാം വേണ്ടി വരും. ഇപ്പം ഏറ്റവും നല്ല ദിക്ർ ചെല്ലിരിക്കലല്ലേ? അള്ളാഹുവിൻ്റെ ദിക്ർ തസ്ബീഹ് ഇങ്ങനെ കഴിച്ചു കൂട്ടലല്ലേ? നമുക്ക് കാര്യമായൊരു പ്രശ്നം വന്നു, ഒരു 10,000 റുപ്യ കിട്ടണം. 10,000 റുപ്യ കിട്ടണേ ദിക്ർ ചെല്ലല്ലേ ഏറ്റവും നല്ല, ഖുർആൻ അതല്ലേ നല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 10,000 റുപ്യ കിട്ടുന്ന ആളോട് പോയി ചോദിക്കണ്ടേ? വേണ്ടിയില്ലേ? ചോദിക്കേണ്ടി വരും, നിലയെ കാശ് കിട്ടുള്ളൂ. അപ്പം ആവശ്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഈ വിഷയങ്ങളൊക്കെ പ്രാധാന്യം കൂടും കുറയും ചെയ്യും. സ്ഥലകാല സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വിഷയത്തിൻ്റെ പ്രാധാന്യം ചിലത് കൂടും ചിലത് കുറയും. അങ്ങനെ വസ്തുത. പ്രഗത്ഭ യുവ പണ്ഡിതൻ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് രചിച്ച തെറ്റിദ്ധരിക്കപ്പെട്ട തൗഹീദ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഡോക്ടർ ഫസൽ ഗഫൂറിന് നൽകി നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി. അഭിനന്ദനായ അധ്യക്ഷൻ, എൻ്റെ വന്യ സഹോദരൻ ജനാബ് മുത്തുകോയ തങ്ങൾ അവരുടെ നമ്മുടെ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ കേരളത്തിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതാവ് ജനാബ് ഡോക്ടർ ഫസൽ ഗഫൂർ സാഹിബ് അവറുകളെ, വേദിയിലെ മറ്റു പ്രമുഖ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പാരമീസ് അസോസിയേഷൻ്റെ കീഴിൽ ഇവിടെ ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നു കഴിഞ്ഞത്. പ്രഗത്ഭ എഴുത്തുകാരനും പണ്ഡിതനുമായ നമ്മുടെയൊക്കെ സുഹൃത്ത് അബ്ദുൽ ഹമീദ് ഫൈസി രചിച്ച സത്യധാര മാസിക ഖണ്ഡശ പ്രസിദ്ധീകരിച്ച തെറ്റിദ്ധരിക്കപ്പെട്ട തൗഹീദ് എന്ന കൃതി ഇന്നതൊരു ഗ്രന്ഥമായി ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഇടയിൽ എന്നും ചർച്ചാ വിഷയമായ ഒന്നാണ് തൗഹീദ്, ഷിർക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. മുസ്ലിങ്ങളിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളും അത് ചർച്ച ചെയ്യാറുണ്ട്. നമ്മുടെ സംസ്ഥാന സമ്മേളനങ്ങളായാലും ജില്ലാ സമ്മേളനങ്ങളായാലും പഞ്ചായത്ത് തല സമ്മേളനങ്ങളായാലും അതിലൊക്കെ ഒരു സെഷൻ തൗഹീദും സുന്നത്തും അല്ലെങ്കിൽ തൗഹീദ്, ഷിർക്ക് എന്നുള്ള വിഷയങ്ങളിൽ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളും സംവാദങ്ങളുമൊക്കെ കേരളത്തിലെ എല്ലാ സംഘടനകളും നടത്തി വരുന്നു. അപ്പോൾ അത്രമാത്രം മുസ്ലിം സമൂഹത്തിൻ്റെ സത്വരമായ ശ്രദ്ധയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി സാഹിബ് ഇവിടെ ഒരു ഗ്രന്ഥരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം ജനസാമാന്യത്തിന് ഏറെ ഉപകാരപ്രദമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അധീശത്വം സ്ഥാപിച്ചുകൊണ്ടാണല്ലോ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ മതം എന്നാണല്ലോ ഇസ്ലാമിനെ വിശേഷിപ്പിക്കുന്നത്. ഏകനായ അള്ളാഹു, അവൻ്റെ ആ ഏകത്വത്തെ സൃഷ്ടികൾ സംസ്ഥാപിക്കുക വഴി മാത്രമേ, ആ ഏകത്വത്തെ അംഗീകരിക്കുക വഴി മാത്രമേ അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആ മതത്തെ പരിപൂർണമായി അല്ലെങ്കിൽ ആ മതത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം തന്നെ സാധ്യമാവുകയുള്ളൂ. മനസ്സിൽ മറ്റ് ചിന്തകളും അല്ലെങ്കിൽ മനസ്സിൽ മറ്റു ശക്തികളുടെ സാന്നിധ്യവും വാക്കുകളിൽ മാത്രം അള്ളാഹുവിൻ്റെ കുറിച്ചുള്ള ഓർമ്മകളും അതല്ല ഇസ്ലാം കാക്ഷിക്കുന്നത്. മറിച്ച് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഉച്ചരിച്ചുകൊണ്ടുള്ള ആ പരിശുദ്ധ ഇസ്ലാമിലേക്കുള്ള പ്രവേശനം. ആ പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് വീഴുന്ന ഏറ്റവും നല്ല വാക്കായി വിശേഷിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ തൗഹീദിനെ കുറിച്ചുള്ള വാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദം പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പദമാണ്. അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന അടിസ്ഥാന തത്വം, അതിലൂടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനവും ദീനുൽ ഇസ്ലാം തന്നെ നിലകൊള്ളുന്നത് ആ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവരുടെ ജീവിതത്തിലൂടെയും ആ വചനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ജീവിതത്തിൻ്റെ സത്യസന്ദേശത്തിൻ്റെ അടിസ്ഥാനവും ആ കലിമത്ത് തൗഹീദ് തന്നെയാണല്ലോ. ഇങ്ങനെ തൗഹീദിൻ്റെ പ്രാധാന്യം മുസ്ലിം ജനസാമാന്യത്തെ മനസ്സിലാക്കേണ്ടതില്ല. ഇസ്ലാം കടന്നു വന്ന സന്ദർഭങ്ങളിൽ അന്ന് അറേബ്യയിലുണ്ടായിരുന്ന, മക്കയിലുണ്ടായിരുന്ന ഷിർക്കിൻ്റെയും വിഗ്രഹാരാധനയുടെയും ചരിത്രം ഇവിടെ വിവരിക്കേണ്ടതില്ല. പരമ്പരാഗതമായി അല്ലെങ്കിൽ തലമുറകളായി അവർ വിശ്വാസമർപ്പിച്ചിരുന്ന അനേകം ദേവതമാരും വിഗ്രഹങ്ങളും കണ്ണിൽ കണ്ട മറ്റ് ബിംബങ്ങളും
ഇവയിൽ നിന്നെല്ലാം മുക്തമായി, ഇവയെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന്, ആ ആരാധനകളിൽ നിന്നൊക്കെ മുക്തമായി, അവരുടെ കണ്ണുകൊണ്ട് കാണാത്ത, അവരുടെ മുമ്പിൽ ഒരു ദൃശ്യരൂപം പോലും ഇല്ലാത്ത അള്ളാഹുവിൻ്റെ സുന്ദരമായ ഒരു പ്രതിച്ഛായയിലേക്കാണ് ആ മനസ്സുകളെ പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നത്. കണ്ണിൽ കാണുന്ന വിഗ്രഹങ്ങളിലല്ല ദൈവം, ബിംബങ്ങളിലല്ല ദൈവം, അവരനുഭവിക്കുന്ന മറ്റു പ്രകൃതി ദൃശ്യങ്ങളിലോ പ്രകൃതി ശക്തികളിലോ അല്ല ദൈവം. മറിച്ച് അതിനെല്ലാം അപ്പുറത്ത്, അവരുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത, അവർക്ക് അനുഭവവേദ്യമാകാത്ത, എന്നാൽ അവരുടെ ഹൃദയത്തിൽ എന്നും സജീവമായ സാന്നിധ്യമാകുന്ന ഒരു ശക്തിയെക്കുറിച്ചുള്ള ആ പരമമായ വിശ്വാസത്തിലേക്ക് ഇസ്ലാം ആ ജനതയെ കൈപിടിച്ചുയർത്തി. അവർ ചെയ്യുന്നതെന്തും ആ ദൈവം കാണും, അവർ പറയുന്നതെന്തും അവൻ കേൾക്കും, അവരുടെ മനസ്സുകളിലുള്ള ഏത് ചിന്തയും ആ ശക്തിവിശേഷം അറിയാതെ ഉണ്ടാവുകയില്ല എന്നുള്ള ഉത്തമമായ വിശ്വാസം. ആ വിശ്വാസ ദീപ്തിയിലേക്കാണ് ഒരു സമൂഹത്തെ, ഒരു ജനതയെ പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലൂടെ ഒരു ഉത്തമ സമൂഹം, ഏക ഇലാഹ്, ഏക ഉമ്മത്ത് എന്ന പരിശുദ്ധമായ ദർശനം മനുഷ്യ സമൂഹത്തിൻ്റെ, മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യവും അത് തന്നെയാണ്. മനുഷ്യർ ഒരുപാട് വിഭാഗങ്ങളായി കലഹിച്ച് തിരിഞ്ഞ് തമ്മിലടിച്ച് നശിക്കാനുള്ളതല്ല. ഇനി വിവിധ വിഭാഗങ്ങളും വിവിധ ചിന്തകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പ്രാദേശികമായ, ഭാഷാപരമായ, അതുപോലെ തന്നെ കാലം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാലികമായ ഒരുപാട് വ്യത്യസ്തതകൾ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ആ മനുഷ്യ സമൂഹത്തെ തന്നെ ഒന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ സത്യം, അതാണ് അള്ളാഹുവിൻ്റെ ഏകത്വം. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വം എന്ന ആ അമൂല്യമായ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ മറ്റ് മതങ്ങൾക്കില്ലാത്തതും അത് തന്നെയാണ്. ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്ന മതങ്ങൾ, അനേകം വിഗ്രഹങ്ങളിലേക്ക് ആരാധനാദ്രവ്യങ്ങൾ കൊടുത്തയക്കുന്ന മതങ്ങൾ, ഇത്തരം മതങ്ങളിലൊന്നും മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം അത്തരം മതങ്ങൾ തന്നെ ഒന്നല്ല, അത്തരം മതങ്ങളുടെ ദർശനങ്ങളൊന്നല്ല, അത്തരം മതങ്ങളുടെ ലക്ഷ്യമൊന്നല്ല, അവരുടെ ആരാധനകളൊന്നും ഒരേ ലക്ഷ്യത്തിലേക്കല്ല എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ. എന്നാൽ ഇസ്ലാമിൻ്റെ ആരാധന, മുസ്ലിം സമൂഹത്തിൻ്റെ ആരാധന, ഈ ആരാധനയൊക്കെ എത്തുന്നത് അള്ളാഹു എന്ന ആ ഏക ലക്ഷ്യത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് മാത്രമേ മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കഴിയുകയുള്ളൂ. വിവിധ തട്ടുകളിൽ തിരിയുന്ന മനുഷ്യൻ, വിവിധ തട്ടുകളിൽ ജീവിക്കുന്ന മനുഷ്യൻ, വിവിധ രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യൻ, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യൻ, വിവിധ തത്വശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യരെയൊക്കെ ഒന്നിപ്പിക്കുവാൻ കഴിയുക, ആ മനുഷ്യർക്കൊക്കെ അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ വാക്കുകൾ, അവരുടെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളൊക്കെ ഏകമായ ഒരു ലക്ഷ്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. അത് മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിക്കാനുള്ള മുദ്രാവാക്യമാണ്. അത് ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ മാത്രം ഒന്നിപ്പിക്കാനുള്ള മുദ്രാവാക്യമല്ല, അത് മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിക്കാനുള്ള മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധ മതത്തെ, ആ ഏകത്വത്തെ അംഗീകരിക്കുന്ന, ആ ഏകത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശുദ്ധമായ ഒരു മതം, ആ മതത്തെ അള്ളാഹു മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. വർത്തമാന കാലത്ത് നമുക്കറിയാം, മനുഷ്യ സമൂഹം ഭിന്നതകളിൽ നിന്ന് ഭിന്നതകളിലേക്ക് അവരിപ്പോൾ ആറ്റം പിളരുന്നത് പോലെ ഇങ്ങനെ പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ
ദൈവിക അവതാരങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ദൈവിക അവതാരങ്ങളിൽ പലതും ഒരുതരം ചൂഷക വർഗത്തിൻ്റെ സൃഷ്ടിയായി മാറിയിരിക്കുകയാണ്. ആധുനിക ലോകത്തെ എല്ലാ തട്ടിൽ നിന്നുമുള്ള ആളുകൾ ഇതിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ചൂഷക ശക്തികൾക്കാകട്ടെ സമ്പത്തുണ്ട്, സ്വാധീനങ്ങളുണ്ട്. ഭരണകൂടങ്ങളിൽ പോലും അവർക്ക് കടുത്ത സ്വാധീനങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ദൈവിക അവതാരങ്ങൾ ലോകത്ത് ഈ കാലഘട്ടത്തിൽ കൂടുതലായി വന്നുകൊണ്ടിരിക്കും. അവരുടെ ആ ചൂഷണത്തിലേക്ക് മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക്, ദീനുൽ ഇസ്ലാമിൻ്റെ അനുയായികൾക്ക് ഈ ചൂഷക വർഗത്തിനെതിരെ പ്രതികരിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സംസ്ഥാപിക്കാനുള്ള സമൂഹമാണല്ലോ മുസ്ലിം സമൂഹം. അപ്പം അതുകൊണ്ട് തന്നെ ദൈവിക ശക്തിയെ വിഭജിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പോരാടുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ആശയപരമായ ആ പോരാട്ടം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഈ ഗ്രന്ഥത്തെ നമുക്ക് കാണുവാൻ കഴിയും. ചൂഷകവർഗം പ്രലോഭനങ്ങളിലൂടെയാണ് അവരുടെ മെതി കേന്ദ്രത്തിലേക്ക്, കൊയ്ത്ത് കേന്ദ്രത്തിലേക്ക് മനുഷ്യരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആതുരാലയങ്ങളുടെ മറവിലാണ് മനുഷ്യദൈവങ്ങൾ ആകർഷിക്കപ്പെടുന്നത്. ആണും പെണ്ണുമായിട്ടുള്ള മനുഷ്യദൈവങ്ങളുണ്ട്. അവരുടെയൊക്കെ പേരിൽ ആതുരാലയങ്ങൾ, ലോക പ്രശസ്തമായ ആതുരാലയങ്ങൾ, ആ ആതുരാലയങ്ങളിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട്, ആകർഷിച്ചുകൊണ്ട് പുതിയ ദൈവിക അവതാരങ്ങളുടെ സംസ്ഥാപനം നിർവഹിക്കുകയാണ് ചൂഷകവർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുവാൻ ചിന്തിക്കുന്ന സമൂഹം തയ്യാറാകണം. ശിർക്കും തൗഹീദും ഇത് കേവലം വാക്കുകളുടെ മാത്രമല്ലെങ്കിൽ ഏതാനും സാങ്കേതിക പദങ്ങളുടെ മാത്രം ഏറ്റുമുട്ടലായി മാത്രം നമ്മൾ കരുതിക്കൂടാ. ലോകത്തുനിന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ വേഷങ്ങളിലുള്ള ശിർക്കുകൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. അവർ ശക്തന്മാരായിരിക്കാം, പക്ഷേ ഏത് ശക്തിയുള്ള പ്രതിബിംബങ്ങളെയും പ്രതിരോധിക്കാനുള്ള ആശയ സംഹാര ശേഷി അള്ളാഹുവിൻ്റെ ഏകത്വത്തിനുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളംബരം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിനുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക. ആ മാർഗത്തിൽ അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഈ ഗ്രന്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെയേറെ സഹായകരമായ ഒന്നാണ് എന്ന് ഞാൻ കരുതുകയാണ്. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഗ്രന്ഥത്തിനും ഇതിറക്കാൻ മുന്നോട്ട് വന്ന എൻ്റെ സഹൃദയരായ സുഹൃത്തുക്കൾക്കും എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ, വേദിയിലുള്ള സമസ്തയുടെ പ്രമുഖരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. തൗഹീദിനെ പറ്റിയിട്ടുള്ള ഒരു ഗ്രന്ഥം ഇവിടെ പ്രകാശനം ചെയ്യാൻ എനിക്ക് അവസരം തന്ന സമസ്തയുടെ പ്രവർത്തകരോട് ഞാൻ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ആ പുസ്തകം ഏതായാലും 2 ദിവസം കൊണ്ട് ഞാൻ വായിക്കും. കാരണം മതകാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഞാൻ ഒരിക്കൽ ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതിയ ഇതിനെപ്പറ്റി. അതായത് മതം എന്ന് പറയുമ്പോൾ വിശ്വാസമാണ്, അതിൽ ശാസ്ത്രം കൂട്ടിക്കലർത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, അത് അപകടത്തിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലേഖനം എഴുതി ചന്ദ്രികയിൽ. ഒരുപാട് ഉദാഹരണങ്ങൾ ശാസ്ത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഒരു ഉദാഹരണം എഴുതി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞ പൊതുവെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങളുടെ മതത്തെ ആൾക്കാരൊന്നും ആദ്യം ഇതിലൊന്നും ഇടപെടുന്നത് ശരിയല്ല. അത് ശരിയല്ല. കാരണം
ഈ മതപണ്ഡിതൻ എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങളോളമായിട്ട് ദർസിലായാലും അല്ലെങ്കിൽ ദാറുൽ അങ്ങനെ. അപ്പോൾ അതിന് പകരം ഫസൽ ഗഫൂർ എന്ന ന്യൂറോളജിസ്റ്റ്, അദ്ദേഹം വലിയ ബുദ്ധിമാനൊക്കെയാണ്, ഞാൻ തന്നെ പറയണം, നിങ്ങൾക്കൊന്നും തോന്നരുത്, എൻ്റെ കുറച്ച് പേഷ്യൻസിനൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ മൂപ്പര് ആ ഖുറാനൊക്കെ എടുത്തിട്ട് ഇതൊരു ചെറിയ സംഭവം ആകെ ഇത്രേ ഉള്ളൂ, മനസ്സിലായി, നമ്മുടെ ന്യൂറോളജി പുസ്തകങ്ങളൊക്കെ ഇത്രയുണ്ട്, അത് പഠിച്ചു വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല, അതുകൊണ്ട് ഇത് ഇപ്പം അങ്ങോട്ട് തീർത്ത് കളയാൻ പഠിച്ചിട്ട് 6 മാസം ഒരൊറ്റ ഇരുത്താണ്. പിന്നെ പൊതു ഇസ്ലാമായി. പിന്നെ ഉടനെ ഞാൻ സ്നേഹ സംവാദത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. മനസ്സിലായില്ലേ? എവിടെ ആരെ കണ്ടാലും അവനോട് ഏറ്റുമുട്ടുകയാണ് ഞാൻ. ഇസ്ലാമിക മറ്റേ ഇനിയിപ്പോൾ ഈസാ നബിയുടെ കുഞ്ഞാടുകളെ വഴിക്ക് വെച്ച് കണ്ടാൽ കുഞ്ഞാടും ഞാനും കൂടെ തമ്മിൽ കൊമ്പ് കോർക്കും. അത് ക്രിസ്ത്യാനിയാണ് ഈ കുഞ്ഞാട് കേട്ടോ. അപ്പോൾ അതായിട്ട് കൊമ്പ് കോർത്ത് അതങ്ങനെ റൂഹുള്ള അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് വന്നോ, മനസ്സിലായില്ലേ? അതങ്ങനെ ശരിയാണോ, ഇതിങ്ങനെ ശരിയാണോ, അത് കുരിശിൽ കയറിയതാണോ, അത് ബറാബസിനെയാണോ കുരിശിൽ കയറ്റിയത്, അതാണ് ഒരു സംവാദം അവിടെ. പിന്നെ തൗഹീദിനെ പറ്റി വേറെ സംവാദം, ജൂത മതത്തിലുള്ളവരൊക്കെ അവരോടൊന്ന് പോയി ഞാൻ ഏറ്റുമുട്ടും. പിന്നെ ശാസ്ത്രവും മറ്റൊന്നും പറയും, പിന്നെ ഞാൻ അവിടെയും പോയി ഏറ്റുമുട്ടും. അങ്ങനെ ഇതൊക്കെ ഞാൻ നല്ല കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഞാനിങ്ങനെ നീങ്ങണതായിട്ട്. അതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് വിയോജിപ്പുണ്ട്. കാരണം അത് വിയോജിപ്പുണ്ടെന്ന് പറയാൻ കാരണം, മതം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു സംസ്കാരം അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഉദാഹരണമായിട്ടൊരു കുട്ടി ജനിച്ചു, ആ കുട്ടി ദൈവികമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളരുന്നു. ചിലപ്പോൾ ഞാൻ ദൈവികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നിട്ടുള്ളവനല്ല, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ 30 ദിവസം ഓതിയിട്ടുള്ള ആളാണ്. പക്ഷെ അത് എക്സ്പ്രസ് തീവണ്ടി അടിച്ചു വിടുന്ന മാതിരി ഇത് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള നിലക്കാണ് നമ്മൾ അടിച്ചു വിടുന്നത് കുട്ടിയാകുമ്പോൾ. മനസ്സിലായില്ലേ? അതും മറ്റതും കൂടെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരവിടെ പോയിട്ട് ആ ഒരു ദൈവികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ അവർ ജനിച്ച് വളർന്ന്, മനസ്സിലായില്ലേ, അവിടെ അതിൽ ആ പശ്ചാത്തലത്തിൽ അവർ കാര്യങ്ങൾ പഠിച്ച് വരുമ്പോൾ അതിൻ്റെ ഈമാൻ വേറൊന്നാണ്. അതിന് യാതൊരു തരത്തിലുള്ള മാറ്റം വരില്ല. അത് മതത്തിന് ആവശ്യമാണ്. അതല്ലാതെ കുറച്ച് പഠിച്ച് ചെയ്യുമ്പോൾ ഇതും കൊള്ളാലോ, കുറച്ച് പഠിച്ച് ചെയ്യുമ്പോൾ അതും കൊള്ളാലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇങ്ങനെ ചില ഉപമകൾ നടത്തിക്കൊണ്ട്, അല്ലേ, ഇതങ്ങനെയാണ് അതങ്ങനെയാണ്, അത് അങ്ങനെ അവിടെ സംഭവിച്ചുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു, അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിൽ മതപരമായിട്ടുള്ള ഒരു അരാജകത്വം ഇവിടെ വരും. മതപരമായിട്ടുള്ള അരാജകത്വം എന്ന് ഞാൻ പറയുമ്പോൾ പണ്ഡിതന്മാരല്ല അല്ലാത്തൊരു മതത്തെ വിശകലനം ചെയ്യാനും അതിനെപ്പറ്റി അഭിപ്രായം പറയാനൊക്കെ പുഞ്ഞിട്ട്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയില്ല, ഞങ്ങൾ അതിനോട് യോജിക്കണമെന്നില്ല. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള അമീർമായിരുന്നോ മറ്റേ അമീറുൽ മൂമിനീൻ എന്തെങ്കിലും പേര് കൊടുത്തോളൂ നിങ്ങൾ, മനസ്സിലല്ലേ? പേര് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കൊടുത്താലും അത് അംഗീകരിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ, പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഒരു മതവും വളരൂല. ഒരു മതം വളരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രസ്ഥാനം വളരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നേതാക്കന്മാരുമാണ്. അല്ലാതെ പോളിറ്റ് ബ്യൂറോ മാതിരി ഇരുന്നാലൊന്നും നടക്കൂല. ഈ പോളിറ്റ് ബ്യൂറോയുടെ മുകളിൽ തന്നെ ഉണ്ട് സ്റ്റാലിനും ലെനിനും EMS ഒക്കെ. എന്ത് പോളിറ്റ് ബ്യൂറോ? EMS വിളിച്ചു പറഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ ഒക്കെ പോകും അക്കാലത്ത്. അപ്പോൾ നേതാക്കന്മാർ ഇല്ലാത്ത ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ മതപണ്ഡിതന്മാർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ പറ്റിയിട്ടാണല്ലോ ഈ ചർച്ച വലുതായിട്ട് വരുന്നത്. അപ്പോൾ പ്രാദേശികമായിട്ടാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. ഇപ്പം തന്നെ നമ്മൾ നോക്കണം, അറബികളാണ് ഇസ്ലാം എന്ന് പലർക്കും ഒരു ധാരണയുണ്ട്. അറബികളാണ് ഇസ്ലാമിൻ്റെ കാര്യപ്പെട്ട അല്ല. ആകെ 15 ലക്ഷം, 15 നമ്മൾ 100 കോടി ഇസ്ലാം ഉള്ളതിൽ 15 കോടി, അതായത് 15% മാത്രമേ അറബികൾ മുസ്ലിമായിട്ടുള്ളൂ. അതേസമയം 45 കോടി മുസ്ലിമുകളാണ് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എവിടെ നിന്ന്? നമ്മുടെ കേരളമല്ല, ഇന്ത്യയിൽ നിന്ന്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ കൂടിയ 45 കോടി. പിന്നെ ഇന്തോനേഷ്യയും കൂടെ കൂട്ടുകയാണെങ്കിൽ 65 കോടി ജനങ്ങളാണ്. അതായത് ഇസ്ലാമിൻ്റെ 60%-ലധികം വരുന്നത് ഈ പ്രദേശങ്ങളിൽ നിന്നാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാം വളർന്നിട്ടുള്ളത് സൂഫി വര്യന്മാരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. കാലഘട്ടത്തിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരും. ഇപ്പോൾ സൂഫി വര്യൻ ബെൻസ് കാറിൽ പോകുന്നു, ഇപ്പോൾ മനസ്സിലല്ലേ? പോകില്ലേ? ബെൻസ് കാറിൽ പോകും സൂഫി വര്യൻ, കാരണം കാലം മാറി. പറഞ്ഞല്ലേ? അന്ന് പിന്നെ സൂഫി വര്യൻ ഒട്ടകത്തിൽ പോകാൻ പറ്റുമോ? അപ്പോൾ ആ സൂഫി വര്യൻ മറ്റേ സൂഫി വര്യനോട് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നും മാറ്റ് കുറച്ച് കുറവാണ്. ഇയാൾ ബെൻസ് കാറിലൊക്കെ നടക്കണമെന്ന് നോക്കിയ ആൾക്കാർ. പക്ഷേ ബെൻസ് കാറിൽ ഇപ്പോഴത്തെ യാത്രക്ക് ഉപയോഗിക്കുന്നത് കാറുകളുടെ തന്നെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുകയാണ് 10-20 കൊല്ലത്തിനിടയിൽ. ഇതേമാതിരി തന്നെ ഒരുപാട് മുസ്ലിം വിഭാഗങ്ങളായിട്ട് ഞാൻ ബന്ധത്തിലുണ്ടായിട്ടുള്ളതാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കാശ്മീരിലുണ്ടായിരുന്നു. കാശ്മീരിലുള്ളപ്പോൾ റസൂലുള്ളാഹിയുടെ ഒരു മുടിനാര അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഹസ്രത്ത് ബെൽ അവിടെ വലിയ പരിപാടിയാണത്. അത് പുറത്തെടുക്കുന്നതെന്ന് വെച്ചാൽ അത് കൊണ്ടടക്കുന്നതൊക്കെ ആയിട്ടൊക്കെ. ഷേടാ, അതിൻ്റെ അർത്ഥം ഇവരാരും അതിനെ പൂജിക്കുന്നുള്ളതെന്ന് അല്ല അതിൻ്റെ അർത്ഥം. അതവിടെ വെച്ചു. അതൊരു ഹിസ്റ്റോറിക് ഒരു സംഭവമായിട്ട് അവർ കാണുന്നു. ഇനി ആണോ അല്ലേ സയൻറ്റിഫിക് പ്രൂഫ് എടുക്കുക ഇത് മൂപ്പര തന്നെയാണോ എന്നൊക്കെ അതിനൊന്നും നമ്മൾ നിൽക്കണ്ട. ഏതായാലും അത് കാരണം അവിടെ ഇസ്ലാം ഉണ്ടായല്ലോ, അങ്ങനെ നമ്മൾ വീക്ഷിക്കണം. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെ വീക്ഷിക്കണം എന്ന് ചോദിച്ചാൽ, എൻ്റെ നാടായ കൊടുങ്ങല്ലൂരിൽ മാലിക് ദിനാർ വന്നിറങ്ങിയ മാതിരി ഈ തരത്തിലുള്ള സൂഫി വര്യന്മാർ, വേറെന്ന് പറഞ്ഞു മിയാമീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂഫി വര്യൻ, അദ്ദേഹമാണ് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിന് ഇന്ന് സുവർണ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് അദ്ദേഹമാണ്. മിയാമീർ എന്ന സൂഫി വര്യൻ
അദ്ദേഹമാണ് തറക്കല്ലിട്ട്. നിസാമുദ്ദീൻ ഔലിയ, നൂറുദ്ദീൻ നൂറാനി, മൊയിനുദ്ദീൻ ചിസ്തി, ആ പ്രദേശത്ത് ഇസ്ലാമൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് ഇവരാണ്. ബംഗ്ലാദേശിലാണല്ലോ ഏറ്റവും അധികം മുസ്ലിമുകളുള്ളത്, അവിടെയാണ് ഏറ്റവും അധികം സൂഫി വര്യന്മാരുള്ളത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം എന്നെ വളരെയധികം അലട്ടുന്ന ഒരു സംഭവമാണ്. അത് അലട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ട് മുസ്ലിമുകൾ സ്ഥലത്ത് ചേർന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അത് ഇങ്ങനെയാണ്, ഇത് ശിർക്കാണ്, അത് അങ്ങനെയാണ്. ഇവിടെ ഒരു ശിർക്കും നടക്കണില്ല. ഇവിടെ ശിർക്ക് നടക്കുന്നുണ്ട് പറഞ്ഞുതരാം. കാദിയാനികൾ മാത്രമുള്ള ശിർക്കുള്ളൂ, വേറെ ഒരു ശിർക്കുമില്ല. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കാദിയാനി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ബഹായിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും നമ്മൾ അംഗീകരിക്കുന്നു അല്ലേ. ഈവൻ ഇന്തോനേഷ്യയിലുള്ളവരെ നമ്മൾ തങ്ങളൊക്കെ ഇന്തോനേഷ്യയിലൊക്കെ പോയിട്ടുള്ളവരാണല്ലോ, അവർക്കറിയില്ല, അവരെയും കൂടെ നമ്മൾ അംഗീകരിക്കുന്നു. പിന്നെ ഫൈനലായിട്ട് നമ്മളിപ്പോൾ ആരെയും പുറത്താക്കാരും ആരെങ്കിലും ഉൾക്കൊള്ളിക്കാൻ നമ്മൾ, അതുകൊണ്ട് മതപണ്ഡിത വിഭാഗമില്ലാതെ ഏതെങ്കിലും ഒരു മതം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ മതം ഇല്ലാതാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും.